أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്തത് ഖൽബിനെ നേരെയാക്കി തീർക്കാൻ അതിന് സംഭവിച്ച വൈകല്യങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റിയെടുക്കാനും നേരായ വഴിക്ക് അത് സഞ്ചരിക്കുവാനും ആവശ്യമായ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മാ നഫഅൽ ഖൽബ ശൈഉൻ മിസ്ലു ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്റതി. ഖൽബിനെ ഉപകാരം ചെയ്തിട്ടില്ല ഒരു കാര്യം എന്തിനേക്കാൾ മിസ്ലു ഉസ്ല, ഉസ്ലത്തിന് തുല്യമായ ഒരു കാര്യം. എന്താ ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ ദീനിനോ അവന്റെ നിത്യമായ മഈശത്തിന് നിർബന്ധമായും വേണ്ടുന്ന അല്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും വിട്ടേക്കുക. അതായത് ഒന്നിന്റെയൊക്കെ കൂടിയാൽ ദീനിന്റെ വല്ല നേട്ടമുണ്ടോ? അല്ലെങ്കിൽ അത് കൂടാതിരുന്നാൽ ഇവന്റെ മഈശത്ത് സ്തംഭിച്ചു പോകുമോ? അതുകൊണ്ട് അല്ലാത്ത കൂട്ടുബന്ധങ്ങളുണ്ടല്ലോ, അങ്ങാടി പോയിട്ട് അങ്ങനെ ഇങ്ങോളം നടക്കുക, എന്നിട്ട് ഇങ്ങനെ ലോകം പറയലും ചിരിക്കലും പൊടി കയറിയിരിക്കലും എങ്ങനെയെങ്കിലും വയസ്സ് തീർന്നു കിട്ടും. അപ്പൊ ഈ കാര്യത്തിനെ കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ സംഘടനാ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി പോകും. അല്ല, മറ്റവർക്ക് ദേഷ്യം പിടിക്കും, കാരണം ആള് ചോരുമ്പോ വിഷമല്ലേ. ദീനിന് ഒരു നേട്ടവുമില്ല. പണ്ട് പഞ്ചനേട്ടങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് നിസ്കാരം കമായി കിട്ടും, അല്ലെങ്കിൽ വക്ത് തെറ്റും, അല്ലെങ്കിൽ ജമാഅത്ത് ഉണ്ടാവില്ല, പിന്നെ തുണങ്ങിപ്പായം മുഷിഞ്ഞ് കിട്ടും, കുറെ സാമ്പത്തിക നഷ്ടമുണ്ടാകും, പിന്നെ ടൈം പാസ്, ഇങ്ങനെ പല നേട്ടങ്ങളും ഉണ്ട്. പിന്നെ ഗീബത്തിന്റെ അമീമത്തിന്റെ കൊട്ട. അപ്പൊ അതാണ് ഇത് അതൊക്കെ പറഞ്ഞില്ലേ, ലാ തസ്ഹബൻ മൻ കാന അഹ്ല ബഖാലത്തിൻ വതസാഹുലിൻ ഫിദ്ദീൻ ദാക ഹുവൽ ബലാ. നീ ഒരിക്കലും കൂട്ടുകൂടണ്ട അഹ്ല ബഖാലത്തിന് ഒരു പണിയുണ്ടാവില്ല. ഇങ്ങനെ സംസാരിച്ച് ചൊറിഞ്ഞിട്ടും വർത്തനം പറഞ്ഞിട്ടും ഇങ്ങനെ കഴിച്ചു കൂട്ടാം. അതിന് കേന്ദ്രം പിടിക്കാതെ പള്ളി, മറ്റുള്ള സ്ഥലത്ത് നിന്ന് കിട്ടാൻ ഞാൻ പള്ളിയിലേക്ക് കേൾക്കാം. എന്നിട്ട് സമയക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താക്കും അറിയാം, 100 വരെ ചൊറിയലും അങ്ങനെ കുറെ അകലുണ്ടാവും, വെറി കിട്ടിയിട്ട് ഉള്ളിൽ പൊടിയും. അതാ പത്താലത്ത് തന്നെ ഉത്തരവാദപ്പെട്ടൊരു പണിയൊന്നുമില്ല, ഇബാദത്തുമില്ല, പഠിപ്പുമില്ല, നിക്കറുമില്ല, പ്രധാനപ്പെട്ട ജോലിയും ഇല്ലാണ്ട് നേരം കൂട്ടി നിഷ്ക്രിയത്വം. അതുപോലെ ദീനിലെ കാര്യഗൗരവത്തോടുകൂടെ സഹിലി ദീനി കാര്യങ്ങളിൽ അതെന്ത് വേണ്ട, അത്ര ഉത്സാഹമൊന്നും വേണ്ട, അത്ര കടിപിടിയൊന്നും വേണ്ട, ഒരു സഹിലി, ഒരു അതല്ലാകമ ബുദ്ധിയോടുകൂടി ചിന്തിക്കണം. അതങ്ങനെ ആയിക്കോട്ടെ, അത് സാരിയില്ല. പിന്നെ അവലൊക്കെ 12 മണിക്കൂർ 3:30 വരെ ടൈമില്ലേ, 2-2.5 മണിക്കൂർ സമയമുണ്ടല്ലോ, ഇടക്ക് നിൽക്കിച്ചാ പോരെ. എന്താ 3 തസ്ബീഹല്ലാത്ത ഒറ്റച്ചില്ല എനിക്കത് ചെയ്യാവില്ല എന്നരാ പറഞ്ഞ തുമ്മനെടുത്ത് വരെ. ഇനി തുമ്മനെടുത്ത് വേണ്ടാന്നും കൗലുണ്ടല്ല. അപ്പൊ 4 മുതൽ പഠിച്ചപ്പോ മുഫ്തിയായി. തസാഹുലി, ദീനിന്റെ കാര്യങ്ങൾക്ക് ഒരു ഗൗരവം കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള സുഹബത്താണ് എന്തായത് ഏറ്റവും വലിയ ബല. ബല എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഉള്ളത്. ഹുവൽ ബല. ബാക്കാന്നൊരു ഹുവാനെ ചേർത്തിട്ട് അതിലങ്ങ് കിട്ടിയത് അത് തന്നെയാണ് ബല. മറ്റുള്ളൊന്നും അതിലേക്ക് ചേർത്ത ബലാഗല്ല.
അപ്പൊ മൂപ്പറന്ത് പറഞ്ഞു, അത്തരത്തിലുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയ ബാക്കി സമയം എന്ത് വേണം? ഫിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? കൽബിന്റെ സഞ്ചാരം. കൽബ് എന്ത് കിട്ടിയാലും ഇങ്ങനെ കേറിപ്പോകും അപ്പുറത്തേക്ക്. അത് വേണ്ടതിലേക്കും പോകും, വേണ്ടാത്തതിലേക്കും പോകും. വേണ്ടാത്തതിനും പോകും, നല്ലതിലേക്കും പോകും, ചീത്തയിലേക്കും പോകും. മൊത്തത്തിലാണ് ഫിക്രത്ത് എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ഇവിടെ ചിന്തിക്കുന്ന ഏതാണ്? മോശമായതില്ലല്ലോ. അപ്പൊ കൽബിന്റെ സഞ്ചാരം അവിടെ മൂപ്പർ മൈതാന ഫിക്രത്തിന്റെ മൈതാനി എന്ന് പറഞ്ഞു. അപ്പൊ എന്താക്കും? മൈതാനി പള്ളി എന്ന് പറഞ്ഞാൽ ഇത്ര വിശാലമുള്ള പള്ളി കണ്ണൂർ അറിയില്ല. അപ്പോൾ മൈതാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഓടുന്ന ഈ പോക്കുണ്ടല്ലോ, ഇതിനാ ഒരു കുതിരയോട് ബന്ധിച്ചു. ആ കുതിര ഇങ്ങനെ തെക്കോട്ടേക്കും വടക്കോട്ടേക്കും പല മേഖലകളിലേക്കും ഓടി 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 ഇങ്ങനെ പോവുകയാണ്. എത്രയോ കിലോമീറ്റർ സഞ്ചരിക്കും. അതാണ് മൈതാന ഫിക്ർ. അപ്പൊ ഫിക്രത്തിന്റെ മേഖല വളരെ വിശാലമാണ് എന്ന് കാണിക്കാനാണ്. വളരെ വിശാലം എന്ന് പറഞ്ഞാല് ഇതിപ്പോ മൂപ്പർ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ കലിമത്തേ ഉള്ളൂ. മൈതാനി എടുത്തു നോക്കിയിട്ടുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിക്രത്തെടുത്തേക്ക് പോകും. അതിന് വേണ്ടുന്ന എന്തെല്ലാം ബുക്ക് വായിക്കണം, ഏതെല്ലാം പാടാക്കണം, ഏതെല്ലാം പ്രവർത്തി ചെയ്യണം, അതിലേക്ക് ഇങ്ങനെ കടന്നു കളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പരിപാടി വിജയിക്കൂല. ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലി എങ്ങനെ വിജയിപ്പിക്കണം, അതിലെങ്ങനെ പേരെടുക്കാം, അതിലെങ്ങനെ ഏറ്റവും വലിയ ഒരാളാകുക എന്നുള്ളതിന് അയാൾക്ക് ചിന്തിച്ചു. ഒരു കള്ളനാണെങ്കിൽ എല്ലാ പോക്കറ്റ് അടി നടത്താൻ എന്താ പണി? എങ്ങനെയാ ബാഗ് കൊള്ളടിക്കേണ്ടത്, എങ്ങനെയാണ് പിടിച്ചു പറിച്ചിട്ട് ആളുകൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ആ ഫിക്രത്തിലേക്ക് ഓനുണ്ടാകുക. എല്ലാവർക്കും അതിന്റെ ഫിക്രത്ത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഫിക്രത്തെ ഇവിടെ പറയുന്നുള്ളൂ. അത് തന്നെ സ്പെഷ്യലി. എന്താണ്? എന്തിനാ ഫിക്രത്ത്? അതിന്റെ കാരണങ്ങള് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫീൽഡ് നോക്കിയിട്ട് നമുക്ക് ആലോചിക്കാം. അത് ചുരുക്കിട്ടാണ്. ഒന്ന്, എന്തെങ്കിലും പ്രത്യേക വിഷയം ഒരു സ്ഥലത്ത് അവതരിപ്പിക്കണം. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മാറ്ററുണ്ട്, എന്തെല്ലാം പോയിന്റ്സ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ശേഖരിച്ചിട്ട് തർത്തീബാക്കിയിട്ട് എങ്ങനെ ആദ്യം എന്ത് സംസാരിക്കണം, പിന്നീട് എന്ത് സംസാരിക്കണം, എവിടെ ഉദാഹരണം പറയണം, എവിടെ പദ്യം ചൊല്ലണം, ഇതെല്ലാം കൂടിയാക്കിയിട്ടുള്ള തർത്തീബ് കാണുന്നില്ലേ? പരക്ക് വാരിയിട്ടൊന്നും കിട്ടൂലല്ലോ. ആ തർത്തീബ് മനസ്സിലാക്കണമെങ്കിൽ ഹയ്യ നോക്കിയാൽ മതി. മൂപ്പർ ആദ്യം തന്നെ ഏറ്റവും സങ്കീർണമായ വിഷയം എടുത്തിട്ട് ആദ്യം തന്നെ തുടങ്ങിയിട്ട് ഇങ്ങനെ കട്ടയിച്ച് ലാസ്റ്റ് കൺക്ലൂഷൻ തുടക്കത്തിലേക്ക് മുടക്കും. പറയാറുണ്ട്, തുടങ്ങിയതിലേക്ക് സമാപിക്കും. എന്റെ ശൈലി അതേ മോഡലും കാണാം ഇവിടെ. അഭിഷാവതരണം ഇതിനെന്ത് വേണോ? വരുമ്പോലെ വരട്ടെന്ന് സിനിമ കയറിയിട്ട് അർത്ഥം കഴിയൂല. നല്ല ഫിക്രത്ത് ചിലവാക്കേണ്ടി വരും. ഇനി മറ്റൊന്ന്, അഅ്മാലുകളിലേക്ക് ഒന്ന് ഉഷാറ് കിട്ടും എല്ലാത്തിനും. അതിലെന്ത് ഫിക്ർ വേണോ? കഴിഞ്ഞ കാലം എന്തൊക്കെ ചെയ്തു, എത്ര കൊല്ലം ജീവിച്ച്? ഞാൻ 60 വയസ്സ് ജീവിച്ചു. ഈ 60 വയസ്സിൽ എന്താണ് ഇവിടെ പരലോകത്തിലേക്ക് തയ്യാറാക്കിയത്? എത്ര സമയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? എന്തെല്ലാം ഇവിടെ കൈമുതലായി ഉണ്ട്? എന്തിനെല്ലാം പാഴാക്കിയിട്ടുണ്ട്? എത്ര ആയുസ് വെറുതെ പോയിട്ടുണ്ട്? അതിന്റെ ഒരു വരവ് ചെലവ് കണക്കൂട്ടിട്ട് ഫിക്ർ ചെലവാക്കിയാൽ കാര്യം ഇങ്ങനെ പോരാ. ജീവിതമാകുന്ന കച്ചവടം നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന് തിരിയും. ബിസിനസ്സിൽ അങ്ങനെ തന്നെയല്ലേ? ഒരാഴ്ച കഴിഞ്ഞാൽ കണക്ക് കൂട്ടണം. വിറ്റത് എത്ര, കിട്ടിയത് എത്ര, കിട്ടാനുള്ളത് എത്ര, മുടക്ക് മുതൽ എത്ര, എല്ലാം തട്ടി നോക്കുമ്പോൾ ഒക്കുന്നില്ലെങ്കിൽ എന്താക്കും? 10 ദിവസം കൊണ്ട് കടം കൂട്ടും. ഒരു കൊല്ലം കേട്ടാ കൂട്ടുന്നെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതിൻ്റെതായ ഒരു ഫിക്രത്തിന്റെ അവിടെ. ഇനി നോക്ക്, അതുപോലെ ഇനി കഴിഞ്ഞ കാലം പോയി, ഇനി അവധി എപ്പോഴാ വരിക? ഡേറ്റ് അറിയില്ല. ചിലപ്പോ ഇന്ന് തന്നെയാവാം, ഈ സെക്കൻഡിലാവാം. ദുന്യാവും ആഖിറവും തമ്മിൽ ഇത്ര കിലോമീറ്റർ അകലുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കണ്ണൂരേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് മക്കളെ? 5 കിലോമീറ്റർ അല്ലെ? ആഖിറത്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്?
നീ പറഞ്ഞ ജയ്ദാന്ത പേരട്ടെന്ന് ഉറങ്ങല്ല. ഇവന് അമ്മ ആരെങ്കിലും പറഞ്ഞ ആഹ്റത്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ പഠിച്ചതാൻ ഇങ്ങനെ ആക്കി ആഹ്റത്തിലെത്തി. കഴിഞ്ഞ ആഴ്ച മൈത്തേക്ക് ചെല്ലുന്നത് അയാൾ വരുമ്പം വിചാരിച്ചിട്ടുണ്ടാ ഞാൻ ഇന്ന് ആഹ്റത്തിലേക്ക് പോകും. അപ്പോൾ അമല് പിന്നെ ചെയ്യാ നാളെയാവട്ടെ എന്നുള്ള ആ നിർത്തിവെക്കൽ ഉണ്ടാക്കും. ആ ഫിക്രത്തോടുകൂടി അങ്ങോട്ട് നോക്കി അതിന് അവരൊന്ന് തൊട്ടുവെക്കുന്നേ ഉള്ളൂ. ഇനി നോക്ക്, ഒരു റജാ, അതായത് മനസ്സിന്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും റജാ ഉണ്ടല്ലോ. റജാ വർദ്ധിപ്പിക്കാനാണെങ്കിൽ എന്താക്കണം? കഴിഞ്ഞ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നമുക്ക് ചെയ്തു എന്ന് ഞാനിങ്ങനെ ദ്വാരുന്നപ്പോൾ എനിക്ക് നല്ല ഉത്തരം കിട്ടി. ഞാൻ ഇന്ന ദിക്ർ ചൊല്ലിയപ്പോൾ ഇന്ന ഗുണം കിട്ടി. ഇങ്ങനെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നേടിയ കഴിഞ്ഞ കാല ഫലങ്ങളെ കുറിച്ചുള്ള ആലോചിക്കുമ്പോ അതേ അമ്മ ഇപ്പൊ ഉണ്ടല്ല, അതിന് മാറ്റിയിട്ടില്ല. അതേ അബദ് കൂടിയുണ്ടല്ലോ. എന്നാ ആ പ്രയോഗം നോക്കാം. മുമ്പ് ഞാൻ ആയത് സലാത്തി ചൊല്ലിയപ്പോ ഇന്ന കാര്യം നേടിയിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തിൽ ഉണ്ടാകും റജാഉം ഇജാബത്തും പ്രതീക്ഷയുണ്ട്. ഇനി നോക്ക്, ശുക്ർ എന്നുള്ളത് കൽബിന്റെ ഒരു ഹാലല്ലേ. ഈ ശുക്ർ ഉണ്ടായി തീരണം എന്നതിനെന്താണ് ഒരു ദിക്ർ നടത്തേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നല്ലൊരു പട്ടിക ഉണ്ടാക്കി. ഹിസ്സിയും മാനവി. ഹിസ്സി എന്ന് പറഞ്ഞാൽ പുറമെ കാണുന്നത്, മാനവി എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ആന്തരികമായ നിയമത്ത്. ഇത് പട്ടി കിട്ടാ മനുഷ്യന്റെ ജീവിതം മുഴുവനും പണി കിട്ടി. എന്തുകൊണ്ട്? വൈൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ നിഅമത്ത് ഇങ്ങനെ ഓരോന്ന് കണക്കൂട്ടി നോക്കിയാൽ അതൊരു പരിധിക്കെത്തൂല എന്നാ പറഞ്ഞത്. അപ്പൊ 10 ലക്ഷം നിഅമത്ത് ചെയ്തു എന്ന് നമുക്ക് ഉത്തരം കിട്ടിയാൽ എന്തായി? തീർന്നല്ലേ? 10 ലക്ഷം എന്നുള്ളത് ഹിസാബ് പരിമിതമായ ഒരു അതതാണ്. അതിന്റെ അപ്പുറം അതതുണ്ട്. ലാ തുഹ്സൂഹ എന്ന് അല്ലാഹു പറഞ്ഞു. തീരൂല. നമ്മളെന്താക്കണം? കണ്ണ്. ഈ കണ്ണ് നമ്മിപ്പോ എന്തെല്ലോ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കണ്ടുകൊണ്ട് സുഖം എടുക്കുന്നുണ്ട്, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു വൈകല്യം വന്നാൽ എന്തായിരിക്കും? ഇതിനെ മറുവശം ഒരു എക്സിറ്റ് നോക്കണം. എന്തായിരിക്കും ഉണ്ടാകുക? ഒരു കൃത്യമായി എഴുത്ത് വായിക്കാൻ കിട്ടുമോ? കൃത്യമായി തട്ടാതെയും തടയാതെയും കുണ്ടില് വീഴാതെയും നടന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? പരസഹായമില്ലാതെ റോഡും ഇറങ്ങാൻ പറ്റുമോ? അപ്പൊ എന്താക്കണം? ഉള്ള അവസരത്തിലും ഇല്ലായ്മ സങ്കല്പിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇഷ്ടംപോലെ അല്ലാഹു തആല മഴയും വെള്ളവും നൽകുന്നുണ്ട് അല്ലേ? അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ചിന്തിക്കുമ്പോൾ മഴയില്ലാത്ത ഒരന്തരീക്ഷം സങ്കല്പിച്ചു നോക്കിയിട്ടൊന്നും ഇല്ലാണ്ടാകണ്ട, കുറച്ച് കുറഞ്ഞു പോയാ എന്താ അവസ്ഥ ഉണ്ടായാലും. അതുപോലെ മൂക്കിന്റെ അവസ്ഥ. മൂക്കിന് അല്ലാഹു തആല ഇതിങ്ങനെ മാത്രം നോക്കിയാൽ പോരാ, അതിപ്പെല്ലാവർക്കും കണ്ണാടി നോക്കിയാൽ കാണുന്ന കാര്യം. അതിന്റെ ഉള്ളിൽ മറ്റൊരു കണ്ണുകൊണ്ട് നോക്കാനുണ്ട്. അതല്ലേ നിങ്ങളെ പകുത്ത വാങ്ങാൻ തോന്നുമ്പോ ഉദാഹരണം ഒന്ന് നോക്കണേ. എന്താ നോക്കണ്ട്? അത് നേരത്തെ കാണുന്നുണ്ടല്ലോ, പുഴുകറിന, ഉടഞ്ഞിന, മറ്റേന, അത് ഇവിടെ നിന്ന് വാങ്ങുമ്പോ നോക്കും. അത് പറയണ്ടില്ലല്ലോ. ഇന്നലെ വരെ ചവർക്കുന്ന അച്ചാറിലിടാൻ പറ്റുന്ന ചവറുപ്പും പുളിയുമുള്ള മാങ്ങ ഇന്നേക്കെന്തായി? പെടുത്തു പാകമായി പഞ്ചസാര ചേർത്ത് കൃത്യമായ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ബോട്ടലിലൂടെ കണ്ടിട്ടില്ല, കോരിയിട്ട സ്പൂണും കണ്ടിട്ടില്ല, ഇട്ടോനെയും കണ്ടിട്ടില്ല. പഞ്ചസാര ഉണ്ട്, മധുരം. മറ്റേ അമ്മാങ്ങിങ്ങടുക്കി മങ്ങടുക്ക് കുറച്ച് തോന്നുമ്പോ മധുരം ഇട്ടോനെ കണ്ടുപിടിച്ച അത് പെഴുത്ത് പാകമായി നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആവശ്യത്തിന് എത്തിച്ചത് ഒന്ന് നോക്കണേ. ആ നോക്കാൻ വേറൊരു കണ്ണു വേണം. ഈ കണ്ണോട് മറ്റേ നോക്കി, ഈ ചടിയുണ്ടോ മണ്ണുണ്ടോ പൊടിയുണ്ടോ കെട്ടണോ അതെല്ലാം നോക്കി.
പക്ഷെ ഈ മാങ്ങയാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചോനെ കണ്ട. അപ്പൊ മനുഷ്യനിക്ക് രണ്ട് കണ്ണു വേണം. ഒന്ന് ബാഹ്യമായ കണ്ണു വേണം, ഒന്ന് ഉള്ളില് കണ്ണു വേണം. ഡ്രൈവറാണ് മനുഷ്യൻ. വണ്ടിന്റെ ഹെഡിലാമ്പും കത്തണം, എന്നാലും ഇരുട്ടത്ത് സഞ്ചരിക്കാനാവും. അത് ശരീരത്തിന്റെ വിളക്കാ. പക്ഷെ ഡ്രൈവർക്ക് എന്ത് വേണോ? ഉള്ളി കണ്ണില്ലാണ്ട് കുരുടനുണ്ടാക്കി വണ്ടി ഓടിച്ചാലേ എടുത്തു. അപ്പൊ രണ്ട് കണ്ണുണ്ട്, ഉള്ളില് കണ്ണ് വേറുണ്ട്. അതാണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി. അതായത് കായിനാത്തിന് നമുക്ക് നിഅമത്താ നമ്മളുണ്ട്. മൂക്ക്, ഈ മൂക്കിനുള്ളിൽ നല്ലൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നാന്നവട്ടെ നമ്മളെ പുറക്കിരിയങ്കാഴി വന്ന് എക്സ്റേ എടുത്തിട്ടുണ്ട്. ഗൾഫിൽ പോയിട്ട് കുറെ കാലമായ രോഗത്തിൽ എത്രയോ പൈസ ചെലവാക്കി ഇപ്പം കോഴിക്കോട്ട് അവിടെയോ അഡ്മിറ്റ് ആക്കാൻ പോയെന്ന് ദ്വാരക്കാനോ ഒന്ന് മന്ത്രിക്കാനോ വന്നത്. റിസൾട്ട് നോക്കുമ്പോൾ അയാളെ നെഞ്ചിന്റെ ഉള്ളിൽ നിറച്ചും മണ്ണ്. ശ്വാസകോശത്തിൽ മണ്ണെങ്ങനെ നമ്മളെ റോഡ് മുഴുവൻ താറില്ലേ കറുത്ത, എന്തുകൊണ്ട് ഉള്ളിൽ നനവുണ്ടല്ലോ, നനവും കപ്പും കൂടെ കൂടിയിട്ട് മണ്ണ് കലങ്ങിച്ച് കറുത്ത ചളി. ഇതെന്താക്കണം? ശ്വാസകോശത്തെ നീക്കം ചെയ്യണം. അതിനാണ് അഡ്മിറ്റ്. ഞാൻ ചോദിച്ചു ഇതെന്താ ഞങ്ങൾക്കെന്താ പണി? ഞാൻ പൊടിപടലങ്ങളും മറ്റുള്ള മേഖലയിലാണ് പണിയെടുക്കുന്നത്. അതെന്താക്കും? കുറെ അളവ് പൊടി ഉള്ളിലോട്ട് കയറും. മാക്സ് ഇട്ടാലും പൊടി ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം നടക്കുമ്പോ എത്ര മാത്രം പൊടി വാറുന്നുണ്ടെന്ന് ആലോചിച്ചോട്ടെ. പൊളിച്ച റോഡാണെങ്കിൽ അല്ലേ? ഇനിയോ ഒരു വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരു കാറ്റിളക്കലുണ്ട്, ഒരു മുറാത്ത് വിടും. അപ്പോഴേക്ക് എന്താവുന്നറിയോ? പകല് രാത്രിയോ. എന്തേ? ഡീസലിന്റെ കട്ട ഇതാ നടത്തു പോകുന്നു, അടിച്ചു പോയാലും അവിടുന്ന് ഇവിടുന്ന്. ഇത് അങ്ങോട്ട് കടക്കരുത്. ഇവിടെ അരിച്ചിട്ട് ഈ സൈനസിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഇതെല്ലാം പുറത്താടെ നിർത്തിയിട്ടുണ്ടാക്കുന്ന ശുദ്ധവായു അരിച്ചിട്ട് കടഞ്ഞിട്ട് ഉള്ളിലേക്ക് എത്തും. അല്ലെങ്കിൽ മനുഷ്യൻ എത്ര ദിവസം ജീവിക്കുന്നു? ഈ സൈനസ് ആര് വെച്ചതെന്ന്? ഈ അരിപ്പ. ഇങ്ങനെ നിയമത്തെണ്ണയിൽ എവിടെ എത്തുക? കേൾവിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാല് തലചുറ്റി വരും. പറയുന്നൊന്നും കേൾക്കൂല, അന്തക്കേട്, ബാലൻസ് ഉണ്ടാവൂല. കൈകാലുകൾ ഇങ്ങനെ മടക്കണം. ഈ മടക്കിനില്ല 1 2 3 ഇങ്ങനെ മടക്കി പിടിക്കുന്നു. ഇത് മടങ്ങില്ലെങ്കിൽ ചട്ടുവം പോലെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ചോറ് വലിയിട്ട് ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ അവിടെ പിടിക്കുക. ചുരുക്കത്തിൽ എല്ലാം എണ്ണയായപ്പോ ഇന്ന് ക്ലാസ് തീരില്ല. അല്ലാഹു സുബ്ഹാനഹു ഇതെല്ലാം ശാരീരികമായ ഓരോ നിഅമത്തുകളും. ആഹാരം കഴിച്ച ആഹാരം കൈയടിച്ച് മാറിയതിനു ശേഷം വേസ്റ്റ് പുറത്തു പോണം. പോയിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് ആഹാരം വേണ്ട. ഇന്നലെ കഴിച്ചാലും അത് കുറച്ചുകൂടെ നീണ്ടാൻ പിന്നെ ശരീരത്തിൽ വെച്ചു. ഈ അവശിഷ്ടത്തിന്റെ മാലിന്യങ്ങളാണ് രക്തത്തിക്കലിരുന്നത്. ഇതേ മതി തന്നെ മൂത്രം അല്ലേ? മൂത്രത്തിന്റെ അവസ്ഥ നോക്ക്. ഇതെല്ലാം ശാരീരികമായ ഒരു നിയമത്താണ്. അതില്ലായ്മയും ഉള്ള അവസരത്തിലാണ് തട്ടിച്ചു നോക്കണം. ഇത് തന്നില്ലായിരുന്നുവെങ്കിൽ എന്ത്? അതെ, അങ്ങനെ എന്തെല്ലാം മാലി, അഹിലി, ഇയാലി, ദേഹരക്ഷ, ഇങ്ങനെ പോകുന്നു നീണ്ട പട്ടിക. അതോടൊപ്പം ദീനിയ നിയമത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ഒന്നുമില്ല. അല്ലാഹു വിളിച്ച ഹയ്യ അല സലാത്ത് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരാൻ കഴിയുന്നു, നിസ്കരിക്കാൻ കഴിയുന്നു, റുക്കൂഇന് കഴിയുന്നു, സുജൂദിന് കഴിയുന്നു. അതൊരു ഭാഗം. ഇനി ഖുർആൻ എടുത്താല് ഇതെന്താ സാധനം? ഡിക്ഷണറിയും ഖുർആനും വേർതിരിക്കാൻ അറിയാത്ത എത്രയോ മുസ്ലിം ജനങ്ങൾ. ഒരു പരക്കുവറ്റ് മുസാഫാഭിഷപ്പെട്ട ആദ്യം കൊണ്ടാന്ന് വലിയ ഡിക്ഷണറി. ഇതാ നോക്കിയാട്ടെ. അതല്ല, പിന്നെ 313 മൗലീദിന്റെ കിതാബ് ഉണ്ടാവും. ഇത് തന്നെയാണോ? അല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ മുഷാഫ് ഏതിപ്പോ? മുഷാഫ് ഓരോ ഭാഷയില് മുഷാഫ്. ആ മുപ്പീസ് ഉള്ളതാ? മുപ്പീസിന്റെ 30 ജുസാന്ന്. അതാ മുപ്പീസ്. ഡിക്ഷണറിയും ഖുർആനും അറിയില്ല. ഒരു മരിച്ചവർക്ക് വരുമ്പോ ചോദിച്ചതാ മുസാഫ് എടുക്കാൻ അറിയില്ല.
ഇതാണ് ഇസ്ലാമിലുള്ള വിദ്യാഭ്യാസം. ഒന്നുമില്ലേ, ഒരു ഹർഫെങ്കിലും തെറ്റുകൂടാതെ അത് വായിക്കാൻ സാധിച്ചോ? ഇതാ നിയമത്താണ്. ഇനി ലഫ്ദ് അങ്ങനെ വായിക്കുന്നുണ്ട്, എന്താ പറയുന്നൊന്നും തിരിയുന്നില്ല. ഏതാണ്ടെങ്കിലും അതിന്റെ ഒരു അർത്ഥം ഒരു മാഹിറായ ആരെങ്കിലും തിരിയുന്നുണ്ടോ? അപ്പൊ ദീനിയായ ഫീൽഡിലെ നിയമത്തിന്റെ പട്ടിക അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇതെല്ലാം ഒരു 10 പൈസ അല്ലാഹു തആല നമ്മളോട് ബില്ല് കുറിച്ചിട്ടില്ല. ഒരു പല്ലിന് കേട് വന്ന് ആസ്പത്രിയിൽ പോയി കഴിഞ്ഞപ്പോ ഒരു പല്ലിന് എത്ര പൈസ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്? സെറാമിക്സിന്റെ ഇതുകൊണ്ടുണ്ടാക്കിയ 5000 10,000 പറഞ്ഞു. 32 പല്ലിന് 5000 വെച്ച് കൂട്ടി എത്ര റുപ്യ അല്ലാഹു കൊടുക്കാനുണ്ട്? കൂട്ട് 25 32 കൊണ്ട് കുടിച്ചിട്ടൊന്നും എത്ര ലക്ഷം. എന്നാലും ഇതിന്റെ സ്ഥാനത്താവോ? നാവിന്റെ സംസാരം ഒരു ഹർഫ് ഉച്ചരിക്കാൻ കഴിയൂല്ലെങ്കിൽ ആകെ പൊട്ടനായിട്ട് ഇവൻ പാടുപെടൂലേ? വാചാലം ഇപ്പൊ പറയുന്നുണ്ടല്ലോ, അല്ലാതെ ഗൈബത്തും നമീമത്തും കുറ്റവും കുറവും അത് ഭീഷണി ഭീഷണി എല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു നിഅമത്ത് ഒരു ദിവസം എടുത്തോ, അതിന്റെ ഉണ്ടായ്മ കൊണ്ട് നേടിയ നേട്ടവും ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന കോട്ടബന്ധം താപനം ചെയ്യുമ്പോൾ കുറെ മണിക്കൂർ നമുക്ക് കൊണ്ടുവരും. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ശുക്ർ രേഖപ്പെടുത്തണ്ടേ? മാസാമാസം 100 റുപ്യ നമുക്ക് കമ്മീഷൻ തരുന്ന ഒരാളുണ്ടെങ്കിൽ ധാരാളം അയാളെ പേരെന്താണ് പഠിച്ചാൽ ജാമ്പാക്ക് പണം അയാളെ കൊണഞ്ചി എട്ടെന്നൊക്കെ വേർക്കെല്ലാം ചെയ്യില്ലേ? ഒരു നന്ദി ബോധമുള്ള ആളെന്താണ്. അപ്പൊ റജാ പറഞ്ഞ് ശുക്ർ വർദ്ധിക്കാൻ അതൈപ്പം വേണ്ടത് അല്ലേ? ഇനി ഖൗഫ് വർദ്ധിക്കണം. എന്താ ഖൗഫ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കല്ലഫാക്കി ജനിപ്പിച്ചത് മുതൽ 15-ാം വയസ്സിന് തക്ലീഫ് എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എത്രയായി? ഒരു 60 വയസ്സായി. അപ്പൊ 45 കൊല്ലമായി ഭാരം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഈ 45 കൊല്ലത്തില് മാസിയത്താണോ കൂടുതൽ, എല്ലാ താത്താണോ കൂടുതൽ ഒന്ന് തട്ടിയിട്ട് ഒരു ഫിക്ർ നടത്തി കഴിഞ്ഞാൽ എന്താക്കും? പൂജ്യായിരിക്കും ഉത്തരണ്ടാകും. മാസിയത്ത് ഉറപ്പ്, അതിന് വേറെ ശബ്ദം ഒന്നും വേണ്ട, മാസിയത്താകെ കൂട്ടും. ഇബാദത്താണ് ഉള്ളത് എങ്കിൽ ഇബാദത്തിന് എന്ത് വേണം? കുറെ ഷർത്തുകളും റുക്നുകളും ആദാബുകളും ഇഖ്ലാസും എല്ലാം പാലിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ ഇബാദത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഇബാദത്തല്ല. ദോഷത്തിന് ഇന്നെല്ലാം കൈകൊണ്ടിട്ടുണ്ടാവും. ദോഷമാണെങ്കിൽ തഹാറത്ത് വേണം, അതിന് ഇഖ്ലാസ് വേണം. അപ്പൊ ദോഷമാകാൻ നിരുപാധികം. അപ്പൊ അത്രത്തോളം ദോഷത്തിൽ മുങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ഖൗഫുണ്ടാവും. ഞാൻ കുറ്റവാളിയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. ഇനിയോ മഹബ്ബത്തുർ റസൂൽ, ഞാൻ ഒറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹബ്ബത്തുർ റസൂൽ വർദ്ധിക്കണം. ഈമാന്റെ ഒരു ഭാഗമല്ലേ? രണ്ട് കൊട്ടും കൊട്ടി ഒരു പാട്ടും പാടി യോഗം വിളിച്ച് നോട്ടീസ് ഒട്ടിച്ചാൽ മഹബ്ബത്തുർ റസൂൽ ഉണ്ടാവില്ല. ആരാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പദവി എന്താണ്? തങ്ങൾക്കുള്ള റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിസാലത്തിന്റെ വലിപ്പം എത്രയുണ്ട്? അദമത്ത് എത്രയുണ്ട്? അവിടുത്തെ മഹാസിനുള്ള അഖ്ലാഖ് എന്തൊക്കെയാണ്? അവിടുത്തെ ശമായിലുകൾ എന്തൊക്കെയാണ്? സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം വിശാലമായി പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരാളെ നമുക്ക് നേതാവാക്കണം. മഹബത്ത് വരൂ. വെറുതെ വരില്ല, കുട്ടിപ്പാടെ ഉണ്ടെന്നും വരൂല. അപ്പോഴാണ് ഭാര്യയെക്കാളും മക്കളെക്കാളും കുടുംബത്തിനേക്കാളും സ്വന്തം തടിയേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്തുള്ളവരാകണമെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മൾ ഫിക്ർ പോകണം. അതിനാവശ്യമായ പാഠങ്ങൾ നടത്തണം അല്ലേ? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിയല, മേലോട്ട് പോട്ടെ. അല്ലാഹുവിന് അപ്പം സാലിഹീങ്ങളോടുള്ള മഹബത്ത് ഉണ്ടാകണം, ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നാം ഉദ്ദേശിക്കുന്ന സാലിഹ് ആരായിരുന്നു? ആര്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആര്? അവരെ പറ്റി ഒരു പഠനം നടത്തണം. അതിന് ഫിക്ർ വേണം. അവരുടെ ജീവചരിത്രത്തിൽ കൂടി അയിമത്തുൽ അർബഅത്തിന്റെ ഹാലെന്താണ്?
അനുപെടുന്ന കിതാബിലേക്ക് നമ്മൾ ചിന്ത പോണം. ഇനി അള്ളാഹുവിനെ പറ്റി, അള്ളാഹിന്റെ നാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, കിട്ടൂല എന്ന് അതും തന്നെ പറഞ്ഞു. ഖുർആൻ എന്താ പറഞ്ഞത്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി ഫീ ഖാലിഖിസ് സമാവാതി എന്ന് പറഞ്ഞില്ല. മനുഷ്യന്റെ ചിന്ത അതിന് പറ്റൂല, അതിലൊതുങ്ങൂല. ഒതുങ്ങിയാ തെറ്റ് ഒരു അവകാശപ്പെട്ടാൽ മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ, നിന്റെ മനസ്സിൽ എന്താണോ ഉദിച്ചു വന്നത് അതിനെ തൊട്ട് അല്ലാഹു മുഖാലിഫാണെന്ന്. സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫർദുൻ വിതർ മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ. അവൻ വാഹിദാണ്, ഫർദാണ്, വിതറാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കും. മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇന്ന രൂപത്തിലാണ് എന്ന് വന്നാൽ അത് ഹദീസായിരിക്കും. കാരണം പിന്നെ കൽബും ഹാദിസാണ്, കൽബിൽ വരുന്നതും ഹാദിസല്ലേ, അള്ളാഹു ഖദീമല്ലേ, അതിനകത്ത് അള്ളാഹു മുനസ്സഹ്. അപ്പൊ ചിന്ത എത്തൂല. പിന്നെന്താ ഖൽഖിനെ കുറിച്ചാണ്. വതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്. അപ്പൊ അല്ലാഹു പറഞ്ഞു, ആകാശം പറഞ്ഞു. ആകാശം നോക്ക്, മേഘങ്ങൾ പോകുന്നു. സഹാബിൽ മുസഖ്ഖരി ബൈന സമായി വൽ അർളി. മഴ കിട്ടുന്ന മേഘം വേറെയുണ്ട് അല്ലേ, കാറ്റുണ്ട്. സദാ വജഅൽനാ സിറാജൻ വഹാജ. കിഴക്കൻ ഉദിച്ച് 16 ദിവസേന മുടങ്ങാതെ ഒരൊറ്റ ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ആയിരം കൊല്ലം അതിന്റെ ശോഭക്ക് വല്ല കുറവുണ്ട്. സിറാജം വഹാജ്, അതിന് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, പ്രകാശം, ചൂട്, അതുപോലെ ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും സൂര്യപ്രകാശത്തിലടങ്ങി. ഇത് ഒരു ദിവസം പോലും മുടങ്ങാതെ ലീവെടുക്കാതെ എന്താക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ടല്ല. ധാരാളം ശൽപ്പിക്കുന്നത് ഇത് ആ സാധനം എന്താണ്? എപ്പോഴും ഈ ബൾബ് റെഡിമായ ഇരുട്ടയില്ലേ? അതുപോലെ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് ഇല്ലേ? ആകാശം. ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി നോക്കി എന്തെല്ലാം ജാതി ഭൂമി, കടലും കരിയും. കടലിൽ എന്തെല്ലാം വസ്തുക്കൾ ഒന്നും എടുക്കണ്ട, മീൻ മാത്രം എടുത്ത് നോക്കിയിട്ട് അയക്കരി പോയിട്ട് ചിന്തിക്കുക. എന്തെല്ലാം മീനുണ്ട് നമുക്ക് പേരറിയുന്നതും അറിയപ്പെടാത്തതുമായ മഖ്ബൂലായ മീൻ, അഹ്മദ് അലി അല്ലാഹു തആല പറയും അല്ലേ? ഓരോ മീനിന്റെ സ്വഭാവങ്ങളും അതിന്റെ ഫലങ്ങളും അതുകൊണ്ട് കിട്ടാവുന്ന നേട്ടങ്ങളൊക്കെ മാറ്റും. അയില വേണം, അയിലക്കില്ലാത്ത ഫലം മത്തിക്കുണ്ടാവും, മത്തിക്കില്ലാത്തത് പുയ്യാപ്പളക്കുണ്ടാവും, പുയ്യാപ്പളക്കില്ലാത്ത ചെമ്മീനുണ്ടാവും, അതില്ലാത്തത് അയക്കൂറക്കുണ്ടാവും. എന്തെല്ലാം 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 ഇടയ്ക്ക് പറഞ്ഞ നമുക്ക് ചെലവാണ്. ഇനി ജന്തുക്കളെടുത്ത് നോക്കിയട്ടെ, എഴഞ്ഞു പോകുന്ന പാമ്പുണ്ട്, വിഷമുള്ള പാമ്പുണ്ട്, വിഷം ഇല്ലാത്ത പാമ്പുണ്ട്. ആളുകൾ കാണുമ്പോൾ അങ്ങനെ പേടിച്ചോടുന്ന പാമ്പുണ്ട്, മുറിച്ചിട്ട് കൂട്ടാൻ പറ്റുന്ന പാമ്പുണ്ട്. നമ്മുടെ പണ്ട് നമ്മൾ മനക്ക് വരുന്ന മുമ്പിലൊരു പാമ്പ് വന്നപ്പോ നമ്മ പേടിച്ച് പാഞ്ഞു, അതിലേക്കൂടെ ഇന്ത് പോയി പോകുന്നു. നോക്കട്ടെ, വൈകുന്നേരം ഒരു പാമ്പ്, ഞാൻ നോക്കട്ടെ, ഇളന്നൊക്കെ ചുരുട്ടി പിടിച്ചിട്ട് ബേഗിലിട്ട് തന്നെ ഇനി ആ മാർക്കറ്റിൽ പോകുന്നില്ല, കൂട്ടാനായി. അത് കൂട്ടാൻ വെക്കാനുണ്ടോ? എന്തെല്ലാം ജാതി തേളിന്റെ സ്വഭാവം നോക്കിട്ടോ, കൂറന്റെ, ഈച്ചന്റെ, അതിനൊക്കെ അല്ലാഹു തആല എന്ത് കൊടുത്തിട്ടുണ്ട്? ഹിദായത്തും കൊടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ കോലിങ്ങനെ ആയിരിക്കണം, ചേലിങ്ങനെ ആയിരിക്കണം, പറക്കേണ്ടത് പറന്നിട്ട് ഓടേണ്ടത് ഓടിയിട്ട്, കളറ് മാറേണ്ട കളറ് മാറിയിട്ട് അതിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായതും ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് തിന്നണം, എന്ത് തിന്നണ്ട. ഇങ്ങടക്കാട്ട് ഒരു കഥ വന്നിട്ടുണ്ട്. കുരങ്ങന്മാരെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷം കലർത്തിയിട്ട് എന്താക്കിയാലും ഭക്ഷണം വെച്ചു കൊടുത്തു. ആദ്യം അച്ചിക്കുരങ്ങ് വന്നിട്ട് ഇതിലെന്തോ മായമുണ്ട് എന്നത് കണ്ടെത്തിയിട്ട് മറ്റു കുരങ്ങന്മാർക്കൂടെ എന്തോ ഇഷാർത്ത് കൊടുത്തപ്പം വെച്ച പാത്രം അങ്ങനെ ഒരൊറ്റ കുരങ്ങ് കിട്ടില്ല. എന്താ ഇവിടെ ജീവൻ അപകടമാകുന്ന കാര്യമുണ്ട്, ഹിദായത്ത് കൊടുത്ത് രക്ഷപ്പെട്ടത്. പണ്ട് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോ ഇത്ര വലിപ്പമുള്ള ഒരു എട്ടുകാലി, ഇത്ര വലിപ്പമുണ്ട്, ഏറ്റവും വലിയ അതിനെ അറിയാൻ ഞാൻ കൊല്ലു. അതെന്താക്കുന്ന ഇങ്ങനെ കണ്ണും വീഴ്ച എന്നെ നോക്കിയിട്ടെന്താക്കിയെന്നറിയോ, ഞാൻ വേഗം മുദ്രിക്കാൻ ഇരുന്നപ്പോ ഇത് വന്നിട്ട് ഓടി എന്നൊക്കെ വാതിലിന്റെ
വക്കത്തവിടെ തുറക്കുമ്പോ ഏതായാലും വാതിൽ തുറക്കുമല്ലോ, തുറക്കുമ്പോ ഉടനെ പുറത്തു പോകണം. അത് തന്നെ രണ്ട് വാതിലുണ്ടാകുമ്പോ ഏത് വാതിൽ ആദ്യം തുറക്കുന്ന അതിനറിയാം. ഇങ്ങനെ വാതിലുണ്ടെങ്കിൽ ഈ പകരം കൊത്തിയെന്ന് മനസ്സിലാക്കൂടെ ഈ വാതിൽ ആദ്യം തുറക്കുന്നു. അവിടെയാണ് ആദ്യം പെഴുതു വിടുന്നത്, ഓടി രക്ഷപ്പെട്ടത്. ഒരൊറ്റ ഓട്ടം ഓടിയിട്ടെന്താണെന്നറിയോ, ഇങ്ങനെ മച്ചുമലേക്ക് അടിയെന്ന് ചെരുപ്പെടുത്ത് വന്നത് റിയുന്ന് കണ്ടപ്പോ നോക്കി ഒരു സാവിയ, മൂന്നും കൂടിയ മുക്കാഭാഗത്തുണ്ടല്ലോ, മൂന്നും കൂടിയ ഒരു സാവിയ. ആ മൂലയിൽ പോയിട്ട് ഇങ്ങനെ ചുരുണ്ടിട്ട് എത്ര എറിഞ്ഞിട്ട് കിട്ടുന്നില്ല, അതിന് വെച്ച് പോയില്ല. ഈ രക്ഷപ്പെടാനുള്ള ഈ ഹിദായത്ത് എവിടുന്ന് വന്നു നാം ചിന്തിക്കുന്നു. അല്ലദീ ഖലഖ ഫസബ്ബ വല്ലദീ ഖദ്ദറ ഫഹദാ. ഇങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിച്ചു നോക്കിയിട്ട് എന്തെല്ലാം ജീവികൾക്ക് നിങ്ങൾക്കൊരു പക്ഷിന്റെ കൂട്ടം കാണാൻ പോയി നോക്കുമ്പോ അതിന്റെ തൂവലിന്റെ വിവിധങ്ങളായ കളറ് എന്ന് പറഞ്ഞാൽ ഇത്ര അലങ്കാരമായൊരു സാധനം നോക്കി കണ്ടെടുക്കാൻ കഴിയാത്ത അലങ്കാരം. ഓരോന്നിനും അള്ളാഹു അണിയിച്ചു കൊടുത്തു. മെയിൽ പക്ഷി കാണാൻ സാധാരണ പക്ഷി, അതിന്റെ പീരങ്ങി വിടർത്തിയാൽ എന്തൊരു അജബാധയിലൂടെ ഇന്നാള് കാണുന്ന കുറെ വിശാലമായ ചിറകുള്ള ഒരു ശലഭം. അതിന്റെ വലിപ്പെത്തരം ഒരു ജീരകത്തിന്റെ വലിപ്പന്റെ ജസദിനുണ്ട് ഒരു ഉറുമ്പ്. ആ പള്ളക്കാന്ന് അതിനെടുത്താൽ പോന്തോ സംശയിക്കുന്ന രണ്ട് ചിറകണ്ട് വെച്ചിട്ടുണ്ട്. ആ സാധനത്തിന് ഇത് വഹിക്കാൻ മാത്രം ഒന്ന് കൈയ്യോണ്ടാക്കിയപ്പം പറന്നുപോയി. ആരാണ് എന്നെ എന്തൊരു അജായിബ് കാണുന്നു. ഇത് പറഞ്ഞാൽ തീരുവോ? ഇനി ഈ കാലത്ത് പുഷ്പങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓരോ വീടിന്റെ മുന്നിൽ പോയി നോട്ടെ അലങ്കരിച്ച് വെച്ചുകൊണ്ട് പല കളറുള്ള പുസ്തകങ്ങൾ ഒന്ന് വയ്ക്കെല്ലാം കാണാനില്ല. പ്ലാസ്റ്റിക് കൊണ്ട് കടലാസ് കൊണ്ട് ഉണ്ടാക്കിയ പുഷ്പങ്ങൾ അണിനിരത്തണമെങ്കിൽ അതിന്റെ ഓപ്പറേറ്റർ എത്ര പണ്ടുണ്ടോ? ചെടികളൊന്ന് വള്ളിയായിട്ട് പോലെ അങ്ങോട്ട് പോയി ആളങ്ങോട്ട് പോയി ഈ തകുതാമേലെ നോക്കണം. 2 ഇഞ്ച് 3 ഇഞ്ച് വളരുമ്പോഴേക്ക് ഇടാം ഒരു പേര് കുറച്ച് കഴിയുമ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ പോയി. അവിടെ ലോകത്ത് ഉച്ച സ്ഥലത്തെല്ലാം അതെ ആ ടൈമിന് ഉച്ചത്തെല്ലാ സ്ഥലത്തും ചില ചെടികളും മരുന്നുകൾ. അബുദാബിയിലുണ്ട് വാദിൽ അസ്ഹർ എന്നിട്ട് ഒരു മരുന്നിന്റെ ഷാപ്പ് ഒറ്റൊന്നും അങ്ങനത്തെ ധാരാളമുണ്ട്, നൂറുകണക്കിനുണ്ട്. എത്രയോ കിലോമീറ്ററിൽ ഏകദേശം ഈ മൈതാനിന്റെ വലിപ്പം കൂട്ടിക്കും. ഇലകളായിട്ട് പുഷ്പങ്ങളായിട്ട് പുഷ്പങ്ങളുടെ ഇതളുകളായിട്ട് വേരുകളായിട്ട് മരക്കാണിട്ട് തുടങ്ങിയിട്ട് പച്ച മരുന്നിന്റെ ഒരു സമാഹാരം തന്നെ. എന്ത് ചോദിച്ചാലും നോക്കിയെടുത്തു നോക്കി പൈസ കൊടുക്കണം. നമുക്ക് കിതാബിൽ നിന്ന് എഴുതി കൊണ്ടുപോയി നോക്കിയാൽ നോക്കി പറഞ്ഞിട്ടെടുത്തു. എന്തെങ്കിലും ഏതെല്ലാം രൂപത്തിൽ എഫക്ട് ചെയ്യുന്നു. എന്താ അജായിബ് സുബ്ഹാനല്ലാഹ്. എനിക്ക് എരുമ്പ് നോക്കിയിട്ടെന്ന് എരുമ്പെന്താക്കുന്ന ഭൂമിയിൽ നിന്ന് പഞ്ചസാര വലിച്ചെടുത്തിട്ട് ഇങ്ങനെ തണ്ടായി എന്ന് പറഞ്ഞിട്ട് ഓരോരു ഗ്ലാസ് അതിന്റെ അടുക്കണ്ടാകും ഓരോ കമ്പ് അല്ലേ. ഇതുകൊണ്ടപ്പോ ഇത് എനിക്ക് കുറിച്ച് കുടിക്കണോ? ഇത് കുടിക്കാൻ കിട്ടുമോ? അവിടെ മറ്റെണ്ണിട്ട് കൊടുത്തിട്ട് തവസ്സിലാക്കും, മറ്റേ മെഷീനിലിട്ട് തവസ്സിലാക്കിയിട്ട് ഐസ് വേണോ വേണ്ട തനിച്ച ജ്യൂസ് കുടി. ഈ നേടുന്ന പഞ്ചസാര നിറച്ച് കുറച്ചപ്പുറം പോകുമ്പോൾ നല്ല ചക്കരക്ക, ഇപ്പറുണ്ട് ചേമ്പ്, ഇപ്പറുണ്ട് ചേന, എന്തെല്ലാം ജാതി പഴം ബേജുകളും കിഴങ്ങുകൾ വർണ്ണങ്ങളും. അപ്പൊ ചുരുക്കത്തിൽ എന്ത് വേണം? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. എന്തിനാ ഇബിൽ നോക്കാൻ പറഞ്ഞ? ഇബിലിന് എത്ര കുളമ്പുള്ളത്? നമ്മളിവിടെ ആ പശുക്കൾക്ക് എത്ര കുളമ്പിട്ടു? ഒരു കാൽമ്പിൽ 2 ഇരട്ടക്കുളമ്പ്. ഒട്ടകത്തിന് ഇരട്ടയില്ല, ഒറ്റ. അതെന്താ അങ്ങനെ? എന്തുകൊണ്ട് പോത്തിന്റെ മാതിരി 2 ആയിക്കൂടാ? അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മാതിരി പോത്തിന് 1 ആയിക്കൂടാ?
ഒട്ടകം ജീവിക്കുന്ന മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ ഇരട്ടക്കുളം വിട്ടാൽ നടത്തം നീങ്ങൂല. അതിന് ഓടണം, ചാടണം, സ്പീഡിൽ വേണം, യാത്രക്ക് ഉപയോഗിക്കണം. അതിന് വെള്ളം കിട്ടാണ്ടെത്തുമ്പോൾ വെള്ളം നേരത്തെ ശേഖരിക്കും. മാഹിന്ന് പെട്രോൾ അടിക്കാനുള്ളത് പോലെ വെള്ളം കിട്ടുന്നത് ശേഖരിക്കും. ദിവസങ്ങളോളം കഴിയും വെള്ളം കുടിക്കണം. വെള്ളം ഉള്ള സ്ഥലം എന്ന് കണ്ടെത്താൻ ഇൽഹാമുണ്ട്. നിനക്ക് മുസലിമാമിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ട് വർക്കാകുമെന്ന് ഞാൻ ചെല്ലില്ല. ആ വർക്കാകുന്ന പറഞ്ഞതിന് 10 ദിവസം സഞ്ചരിക്കാനുള്ള ദൂരത്തിന്റെ അപ്പുറം വെള്ളം ഉണ്ടെങ്കിൽ അതിന് ഇൽഹാമായിട്ട് കിട്ടുന്നവർ. എന്നിട്ടോ 10 ദിവസം സാധാരണ യാത്രക്കാരെ സഞ്ചരിക്കാനുള്ള ദൂരത്തിന് അത് ഒരു പോക്കും ഒരു വരവോട് കൂടി അത്ര സ്പീഡ്. അതിന് മുസലിമാമ കാന്നഹൽ വർക്കാവുന്ന തശ്ബീഹാക്കിനെ പറഞ്ഞു. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരും. 10 ദിവസം സഞ്ചാരപാത 24 ചില്ലറ മണിക്കൂർ അതിന്റെ കൊണ്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് കാര്യമായ യാത്രക്കാർ കൂട്ടിന് ഉപയോഗിക്കുന്നവർ. പഴയകാലത്ത് ഈ ഇതിലല്ല GPS എന്തേലും പറയില്ലേ, ചില ജീവികളെ കൂട്ടലാന്നില്ല, വെടിയിട്ടുണ്ട്. JPC JPC എന്താ പറയാ, എങ്ങോട്ടാ പോകേണ്ടത്? ആ പക്ഷികൾ ഉപയോഗപ്പെടുത്തിയിരുന്ന വെടി കണ്ടു. അപ്പൊ ഇന്നുള്ള ശാസ്ത്രശാഖ മുഴുവനും അതേതാണ്ട് മനുഷ്യന്റെ പരിധിക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബോട്ടണിയുണ്ട്, ബയോളജി ഉണ്ട്. ബോട്ടണി ചെടി സംബന്ധമായി, ബയോളജി ജീവനുള്ള ചെടികളും ജീവജാലങ്ങളെയും കൂട്ടും. സുവോളജി ഉണ്ട്, അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്. മനുഷ്യന്റെ ശരീരം നാടിഞരമ്പ് മാത്രമുണ്ട്, എല്ല് മാത്രമുണ്ട്. CNS ഉണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് ബുദ്ധിയും ബഹുമൽ നിൽക്കുന്ന കേന്ദ്രമുണ്ടല്ലോ, അത് നോക്കിയാൽ കാണൂല. അത് എവിടെയോ കേന്ദ്രത്തിലുണ്ട്. അതിനാ CNS എന്ന് പറയും, സെൻട്രൽ നെർവസ് സിസ്റ്റം. മറ്റെല്ലാം പോട്ടത്തൂടെ കർത്താലോ, ഈ ഫഹ്മ് വാർത്താൻ കഴിയോ? അപ്പൊ അതിനെന്താകണം, വിശാലമായി സയൻസ് പഠിക്കാൻ. അപ്പൊ സയൻസ് പഠിക്കൽ ഹറാമാണ്, കാഫിറാകുമെന്ന് ഏതെങ്കിലും മുസ്ലിയാർ പുറത്തു പറയുന്നുണ്ടെങ്കിൽ ഇന്നും സമുദായത്തിന് ഏതോ ആലയിൽ കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇമാം ഗസാലി തങ്ങൾ പറയണോ, വിശാലമായി പഠിച്ചിട്ട് ഇതെല്ലാം സൃഷ്ടിച്ച് ഇങ്ങനെ സംവിധാനം ചെയ്ത റബ്ബല്ലേ എന്റെ റബ്ബ് എത്ര തവണ പറഞ്ഞത് അതിനറിയാൻ പറഞ്ഞത്. 4 മദ്ഹബിന്റെ ഫിഖ്ഹിന് 150 ആയത്താണ് ഖുർആനിൽ. ആറാട്ടി ചെല്ലാൻ ആയത്തുള്ളിൽ 150 ആയത്ത് മദാഹിബിനുള്ളതാണ്. ഫിഖ്ഹിൻ 4 മദ്ഹബിന്റെ ബേസ്. അതേവസരത്തിൽ അള്ളാഹുവിന്റെ ആയാത്തും ബയ്യിനാത്ത് വ്യാഖ്യാനിക്കാൻ 750 ആയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ തൗഹീദ്, അള്ളാന്റെ സിഫാത്ത്, അവന്റെ മുതലായ വ്യാഖ്യാനിക്കാൻ വേണ്ടി 750 ആയത്ത്. അത് പഠിക്കാനുള്ളതല്ലേ. ഇംഗ്ലീഷ് പഠിച്ചാൽ കാഫിറാവുന്നുള്ള മതം ഇപ്പുണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ എന്തായി, ഖാലിഖ് ചിന്തിക്കാൻ പാടില്ല, മഖ്ലൂഖാത്തിന്റെ ഇനം. അപ്പൊ ഞാൻ ഏതാണ്ട് സാമ്പിള് പറഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. ഇതാണ് ഫിക്റിന്റെ മേഖലകൾ. ഇതിനും തീറില്ല. അതിൽ ഓരോന്നിനെടുത്താൽ എത്രയോ ദിവസങ്ങൾ ചിന്തിക്കാനുണ്ട്. ഏതെങ്കിലും ഒന്നിനെടുത്താൽ ലക്ഷം പണം പഠിക്കാനുണ്ടാവും. നമ്മ പോറ്റുന്ന 4 കാലി മൃഗം, അത് നമ്മളുമായിട്ട് ഇണങ്ങുന്നത് ആയത്തെടുക്കുക. അവലം നറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് അയ്ദീനാ അൻആമൻ പിന്നത് ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. അതിന്റെ ആ സ്വഭാവം മാറ്റിയിട്ട് നിങ്ങൾക്ക് മെരുങ്ങുന്ന സൈസാക്കി നമ്മളത് നല്ല പറയും. അതല്ലല്ല കേട്ടാ, ആ നാനക്കാണ്. അതല്ലലോടെ കാണുന്നുണ്ട്. അപ്പൊ അത് നാനക്കാണ്. അങ്ങനെ തദീനയിലാക്കിയില്ലെങ്കിൽ അത് വാലോണ്ടോ കുളമ്പോണ്ടോ കൈയോണ്ടോ ഒറ്റ അടിയടിച്ച അതുകൊണ്ടാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്.
അതിനെ അറുത്തിട്ട് ഭക്ഷിക്കുന്നുണ്ട്, കറന്നിട്ട് പാല് കുടിക്കുന്നുണ്ട്, പാലിൽ നിന്ന് എന്താക്കുന്നുണ്ട്? ക്ഷീരോൽപ്പന്നങ്ങൾ, തൈര്, പാല്, തൈര്, വെണ്ണ, മോര്, നെയ്യ് ധാരോൽപ്പന്നിപ്പിച്ച ഇതെവിടുന്ന് കിട്ടി? കുടിക്കാൻ വേറെ ഇനങ്ങളുണ്ട്, പല മറ്റുപകാരങ്ങളുണ്ട്, മരുന്നായിട്ട് ഉപയോഗിക്കുന്ന പാർട്സുകളുണ്ട്. ഒന്ന് നന്ദി ചെയ്തൂടെ? ആവശ്യപ്പെടുന്നു. ഒന്ന് ശുക്ർ ചെയ്തൂടെ? അപ്പൊ ഓരോ ആട്ടിന്റെ പാല് പശുവിന്റെ പാല് പോലെയല്ല, അതുപോലെ അല്ല എരുമപ്പാൽ. മാംസത്തിൽ വ്യത്യാസം. ഇതെല്ലാം മനുഷ്യൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നമ്മളെ ഫിക്ർ ചിന്തിച്ചത്? അപ്പൊ മൈതാൻ വിശാലമായ മൈതാനിയാണ്. ഇതുപോലെ എയർപ്ലെയിൻ പറക്കുന്നൊക്കെ വലിയ മൈതാനി വേണം. ഇതിനെല്ലാം വാതിലടച്ച് ആ പൊട്ടന്റെ ഭാഷയും അയാളെല്ലാം കാട്ടിയതിന് ശേഷം എന്താക്കും? എല്ലാം സ്പീഡ് കുറഞ്ഞിട്ട് ഓടി 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 ഇങ്ങനെ കറങ്ങിയിട്ട് എന്തോണം കുറെ സ്പീഡ് കൂടി 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 വന്നിട്ട് ഒരൊറ്റ പൊങ്കല്. ആദ്യം സാധാരണ ഓട്ടോറിക്ഷ മുമ്പിലേ പോകുള്ളൂ. മുമ്പ് നമ്മൾ തമീമിന് അമറക്ക് പോകുമ്പോൾ കയറ്റിച്ച് ഓം വിചാരിച്ച് അങ്ങനെ പൊങ്ങലന്ന. ഇത് നമ്മുടെ നാട്ടിലെ ബസ് പോകുമ്പോലെയോ പോകുന്ന വണ്ടി എനിക്ക് വേണ്ട, എനിക്ക് പറക്കുന്ന വണ്ടിയാ വേണ്ടി. പറക്കോയില് നോക്കിയാ അത് പയ്യന്നോട് ഖുറാൻ ക്ലാസ് തുടങ്ങിയാൽ മതി. ഖുറാൻ ക്ലാസ് തുടങ്ങിയിട്ട് പിറ്റേ എന്ന് പറയുന്നത് ഓം വിചാരിച്ച അവലത്തിലെല്ലാം നമ്മീത് ഓതാനോ അലിഫമ്പാം കൂട്ടി വായിക്കാനോ ഉന്നത്താക്കാനോ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ തമീമിനെ വിളയിൽ കയറ്റിയ മാതിരിയായി. ഇരുന്നപാട് പറക്കല. അപ്പൊ എന്തെല്ലാം വിഭാവനം ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ വിട്ടിത്തങ്ങൾ. അങ്ങനെ വെച്ചിട്ട് ശാസ്ത്രം മനുഷ്യന്റെ തിയറി എടുത്ത് വെച്ച് ഉപ്പാപ്പാക്ക് തിരിഞ്ഞില്ലേ? ഏത് MC സ്ക്വയർഡാ? ഈ പറഞ്ഞ ഓനിക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഈ സമം MC സ്ക്വയർഡ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടെ കൂട്ടിയിട്ടാണോ? അല്ല സിക്ക് മാത്രമാണോ? എമ്മിന് മാത്രമാണോ? എന്നാ എന്താ കിട്ടല്? വേണ്ടാണ്ട് എന്തുള്ള പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ വലിയ മൈതാനിയാണ്. ഈ പ്ലെയിൻ ഇങ്ങനെ തന്നെ ചുറ്റി കറങ്ങാനുള്ള മൈതാനി വേണം. ഇതുപോലെ ഫിക്രത്ത് നടക്കണമെങ്കിൽ ഒരു പ്ലെയിനാണ്. അതിവിശാലമായ മൈതാനി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. അപ്പം ഇതെല്ലാം കിട്ടണമെങ്കിൽ ഉജ്ലത്ത് വേണം. മൈതാന ഫിക്രത്തിലേക്ക് ഫിക്ർ നടക്കണമെങ്കിൽ എന്ത് വേണം? ഉജ്ലത്ത് വേണം. അല്ല അവിടെ ഫോണ് വന്ന് അവിടെ ഒരാട് വർത്താനം പറയാൻ നിന്ന് അപ്പുറം കുഞ്ഞാവലൂര് പുതുപോലും പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാല് പിന്നെ ഫിക്ർ നടക്കില്ല. അപ്പൊ കൽബ് നന്നാക്കാൻ രണ്ടെണ്ണം തമ്പി പറഞ്ഞു വന്നത് കൽബിന് ചുരുക്കിട്ട് വന്നേ കൂടുതൽ പോണെങ്കിൽ ചെയ്യാൻ നോക്കിയാൽ മതി. കൽബിനെ ഇത്രമാത്രം ഉപകാരപ്രദമാക്കിയിട്ടില്ല. ഉസ്ലത്ത് വേണം. ഉസ്ലത്ത് അറിയാലോ? ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെ ഒഴിവാക്കുക. ആ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനായാലും ചേർക്കല്ല, മൊബൈലായാലും ചേർക്കല്ല. ഒരു 5 മിനിറ്റ് 1 മിനിറ്റോ ഇവരിലാണ് മൊബൈൽ വിളിക്കുന്നത്. അതൊക്കെ വണ്ടി ഗീറ് മാറ്റാൻ സമയമില്ല. ഇങ്ങനെ ഹലോ ഹലോ ഞാൻ ഓടിക്കും. അതാണ് വർത്താനം പറയും. വണ്ടിയുടെ അപ്പുറത്തേക്ക് ഞാൻ അതാ സിഗ്നലോ നോക്കിയാട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ അപകടം പറ്റും. ചോപ്പ് കത്തൊന്നും കാണുന്നില്ലേ? 1 സെക്കൻഡ് ഒഴിവ് വേണ്ടേ? അതാ ആ ഉജ്ലത്തുമായി കടക്കുകയാണ്. എവിടെ? മൈദാന ഫിക്രത്തിന്റെ വിശാലമായ മൈതാനിയിൽ. ഇനി ഏതാന്ന് ചെറുത് വായിക്കുന്ന വലുത് വായിക്കുന്ന ബക്കത്ത് വായിച്ചോ. കൽബാന്നല്ലേ? ഈ അൽ കൽബ് ഏതാണ്? അൽ കൽബ് എന്ന് പറഞ്ഞാൽ അലിഫിലാമ് മുദാഫുൻ ഇലൈഹി. മശാലോ ഖൽബൽ മുരീദി.
അള്ളാഹുവിന്റെ വിസാൽ ആഗ്രഹിക്കുന്ന ഒരു മുരീദിന്റെ കൽപ്പന പറയുന്നത്. എങ്ങനെയെങ്കിലും തോന്നിയ പോലെ നടക്കുന്നാക്കി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരോടാ സംസാരം. അപ്പൊ അൽ ഖൽബുകൊണ്ട് ഉദ്ദേശിക്കുന്ന അലിഫ് ലാം മുളാഫുൻ ഇലൈഹി, അതാണ് ഇത് ഖൽബൽ മുരീദ്. അതിനെന്താ ഉപകാരം? ആ കൽബിനെ ബാധിക്കുന്ന ഗഫലത്തുകളിൽ നിന്ന് ശുദ്ധമാവാനും വൽ ഖുർബില ഹദ്റത്തി മൗലാ, മൗലന്റെ ഹദ്റത്തിലേക്ക് അടുക്കാനും അതാണ് അതിന്റെ ഉപകാരം. കാണുന്നുണ്ടല്ലോ, ജനങ്ങളെയും വിട്ടുള്ള എത്തിസാലി, അതിൽ നിന്നുണ്ടല്ലോ ഇവണ്ട്. ഇവനിക്ക് അറിവ് പഠിപ്പിക്കുന്ന ശരയ്യാലുമ പഠിപ്പിക്കുന്ന മേഖലകളിലുള്ള വിഷയത്തെ പറ്റൂല. പിന്നെ എങ്ങനെ പഠിക്കാം? ഞാൻ ഉസ്താദിനെയും കാണൂല, എന്റെ കൂടെ ആരും ജീവിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നന്നായിരിക്കണം, മേഖല നന്നായിരിക്കണം മാത്രം. എന്നിട്ടോ മൈദാന ഫിക്റത്തിൻ, അതാ ഫിക്റത്തിൻ ശബീഹത്തിൻ ബിൽ മൈദാൻ. മൈദാന ഫിക്റത്തിൻ എന്ന് പറഞ്ഞാല് ഫിക്റത്തിനെ ഒരു മൈദാനിയോട് എന്താക്കി തശ്ബീഹാക്കി. എന്നിട്ട് മുശബ്ബഹത് ഫിക്റത്ത്, മുശബ്ബഹ് ബിഹിയത് മൈദാനി, അത് തമ്മിൽ അതെന്താ ഇതാക്കുന്നത്? അത് വജുഹുശബ്ഹ് എന്ന് പറയും. തശ്ബീഹാക്കാനുള്ള വകുപ്പ് എന്താന്ന്? കൽബിന് ഇങ്ങനെ സഞ്ചരിച്ചു പോകാൻ എവിടെ തടസ്സമുണ്ടാകരുത്. പോയി 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 അങ്ങനെ പോക്കേന്നല്ല പോക്ക. അതിന് മൈതാനുകളിൽ കുതിരകൾ സഞ്ചരിക്കാറില്ല എന്നതുപോലെ. ജനങ്ങളുമായി കൂടിക്കടന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് അവന്റെ നെതിറന്താക്കും, പലക്കും പലതിനെയും കാണണം, പലരെയും കാണണം, പലതും കാണണം. കണ്ണിന് എപ്പോഴും ശുഗലാവും. ഈ കണ്ണിന് കണ്ടതെല്ലാം എന്താക്കും ഇടത്തേക്ക് ഫീഡ് ചെയ്ത് വെക്കും. പിന്നെ ഫിക്കിറിന് സമയം ബിൽ മഹസൂസാത്ത്, കാണുന്നതും കേൾക്കുന്നതൊക്കെ. അവ ഫലാ യതഫക്കറു ഖൽബുഹു ഇല്ലാ ഫീഹാ, അവന്റെ കൽബ് ഫിക്ർ ചെയ്യൂല ആ കാണപ്പെടുന്ന വസ്തുക്കളിലല്ലാതെ. അതെന്താ പറയുന്നത്? ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയാനാ കാണാം. അപ്പം വലാ യസാലു നാദിറൻ, അവൻ ഇല്ലാ ലി ആലമി ഷഹാദത്തി, ആലമു ഷഹാദത്തിലേക്കല്ലാതെ അവന് നോട്ടം പതിയുകയില്ല. ആലമു ഷഹാദത്തെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ബന്ധപ്പെടാവുന്നത് ആലമു ഷഹാദ. അതിന്റെ പിന്നിൽ എന്തുണ്ടാകും? ആലമുൽ ഗൈബ് ഉണ്ടാകും. അപ്പൊ എല്ലാ ഷഹാദത്തിന്റെയും പിന്നിൽ നിന്നുണ്ട് ഗൈബുണ്ടാകും. അപ്പൊ ഷഹാദത്ത് നമ്മളെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ നമ്മളെ കൽബിന്റെ ബസീറത്ത് കൊണ്ടെന്താക്കണം? അതിന്റെ പിന്നിലുള്ള ഗൈബ് അറിയണം. അപ്പൊ അവരോട് ഒഴിഞ്ഞു നിന്നാലോ ഇന്നക സൽഹാലു, ഹാല് നേരെ തിരിച്ചായി. ഇത്തരത്തിലുള്ള ശൂരകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ വജാല ഖൽബുഹു, അവന്റെ കൽബിലാ സഞ്ചയം തുടങ്ങുന്നു. ഫി ആലമിൽ ഗൈബി, ആലമുൽ ഗൈബിലേക്ക് ഇങ്ങനെ തുളച്ചിട്ടങ്ങോട്ട് കയറും. പരിസരങ്ങളെ തന്നെ മറന്നുപോകും. അത് ബസീറത്തിന്റെ പണിയാണ്. ബഹുമാനപ്പെട്ട കാവ്യാർ പറഞ്ഞത് ബസീറത്തുള്ള ഒരാളെന്താക്കും? അവന്റെ നോട്ടം ഈ അസറിന്റെ മേലെ മാത്രം പരിമിതമാകൂല, ഇതിന്റെ മുഅസ്സിറിലേക്ക് ഇങ്ങനെ കൊടുക്കും. 5 മേഖല ഉണ്ടാവും. ഇതല്ലേ പഞ്ചം? എന്താ? നമ്മൾ ഒരു കൂട്ടുകാരില് ഈ മേശ എടുക്കുക. ഈ മേശ ഒരു അസറാണ്. എന്തിന്റെ? എന്തോ ഒരു ഫീലിന്റെ. എന്താ ഫീല്? ഒരു ആശാരി വന്നിട്ട് ഒറ്റ ദിവസം തട്ടിയും മുട്ടി ഉളിയും തെല്ലാം എടുത്തിട്ട് സ്കുടവിലെടുത്ത് വന്നിട്ട് എന്തെല്ലാം ഇവിടെ പണിയെടുത്ത് ആ ഫീലുമല്ലറിയും. അസറിന്റെ പിന്നിൽ എന്തുണ്ട്? ഫീലുണ്ട്. അതെല്ലാവർക്കും ആകാണ്ടിരിക്കുമ്പോ ആര് വന്ന്? ആശാരി വന്നു. ആശാരി എന്നുള്ളത് ഇസ്മൻ, ഒരു വസ്തു. അത് ആടെ കൊല്ലം വന്നോണ്ട് കരിയില്ല, തട്ടാനും വന്നോണ്ട് കരിയില്ല. അതന്നെ വേണം, അതിൻ്റെതായ പണിക്കാർ. അപ്പൊ നമ്മക്കില്ലാത്ത ഒരു ആശാരിയത്ത് എന്ന ഒരു സിഫത്ത് മനസ്സിലുണ്ട്. അയാള് പ്രാക്ടീസ് ആക്കിയിട്ടുണ്ടാകും അല്ലേ? ആശാര്യത്ത് നിൽക്കുന്ന ഒരു പേരുണ്ട്. നമ്മുടെ അബ്ദുൾ റസാഖ് ആശാരി നോക്കാം. നല്ലൊരു മനുഷ്യനാണ്. നമ്മള് പേർക്ക് പണിയെടുത്താണോ? എല്ലാവരും നല്ലൊരു വ്യക്തിയാണ്ടാ പറയും. അപ്പൊ 5 കാര്യമായ
ആസാറ്, അഫ്ആല്, അസ്മാ, സിഫാത്ത്. ഈ സിഫാത്ത് സ്വന്തം നിൽക്കൂല, വായു നിൽക്കൂല, ഒരു ധാതു വേണം. അപ്പൊ എന്താക്കും? ഒരു അസറ് കണ്ട മുഅസ്സിറിലേക്ക് ഇങ്ങനെ തുളച്ചേറും. ബസീറത്തിന്റെ പണിയതാ. അസർ മാത്രം നിൽക്കൂല. മുമ്പ് നമ്മൾ സുഫിയാൻ ചെറിയ കുട്ടിയായ കാലത്ത് റെയിൽവേ ഗേറ്റിന്റെ ആളുണ്ടല്ലോ, പോകരുത് അടത്തടിയും അല്ലേ? കുറെ കാത്തുന്നതിന് ശേഷം പോകാന്നിട്ടിങ്ങനെ പോകും. ഒരു സംഗതി ഇല്ല അവിടെ. അപ്പൊ ഇത് പൊന്തും പൊന്താമെന്ന് ചിന്തിച്ചെന്താന്ന്, ഇതെന്താ ഇങ്ങനെ പൊന്താ എന്താ? ഞാൻ വിറ്റത്ത് നോക്കട്ടെ ആരാ തിരിക്കുന്നുണ്ടാ. അപ്പൊ എന്താക്കി? ഈ പൊന്തലും താകൽ എന്ന ഈ ആസാറുമ്പിലേക്ക് മാത്രം നോക്കാതെ മുഅസ്സിറിലേക്കാണ് കൽപ്പ്. ഞാൻ പറഞ്ഞു കാവ്യാറ് പറഞ്ഞ പറയാറ് എനിക്ക് ബസീറത്തുണ്ടോന്നു. അൽഹംദുലില്ലാഹ്. വല്ലിൽ മുഅസ്സിരി. അങ്ങനെ മുഅസ്സിറിലേക്ക് കൽബിങ്ങനെ പതിവ് എന്താവുന്നറിയോ? ഇത് മറന്നുപോയി. പിന്നെ അസറിനെ പറ്റി ഓർമ്മ ഉണ്ടാവില്ല. അതിനർത്ഥം എന്താ? ഏതൊരു ഫെയില് കണ്ട അവിടെ ഫെയില് കാണുമ്പോ കണ്ട ആസാറ് കാണണം. അത് പിന്നെ പറയേണ്ടതില്ല. ആസാറ് കാണണ്ടെന്ന് വെച്ചാൽ കണ്ണ് തുറന്നെങ്കിൽ കാണും. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറയൂല. അപ്പൊ ആസാറിൽ നിന്ന് അഫ്ആല് കാണും. അഫ്ആല് കാണുമ്പോൾ ഫാഇൽ എന്ത് വസ്തുവിനെ നോക്കിയാൽ എന്നുവെച്ചാലോ സോഫിയാക്കള് പറയാണ്ട് ഞാനേടെ കണ്ണ് പറഞ്ഞാൽ അള്ളാനെ കാണലുണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും ശരിയോ എന്ന് കാവ്യാനോട് ചോദിച്ചപ്പോ പറഞ്ഞ ഫസ്സബാബ് കമാ ദുഃഖിറ. ബസീറത്തുള്ള ആടാണെങ്കിൽ സവാബ് അത് പറഞ്ഞു. അല്ലെങ്കിലോ അസറിൽ മാത്രം അപ്പൊ അതതിന്റെ ഇനി വന്നിട്ടുണ്ട് ഫിൽ ഖബരി തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന. ഒരു മണിക്കൂർ സമയം തഫക്കുർ ചെയ്താൽ 70 കൊല്ലം ഇബാദത്ത് എടുക്കുന്നതിനേക്കാണ് ഖൈറായ കാര്യം കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. അബൂദർദാന്റെ ഭാര്യ. അബൂദർദാ മഹാനായ സഹാബികളുടെ കൂട്ടത്തിൽ വലിയ സൂഫി. സൂഫി എന്ന് പറഞ്ഞാൽ എന്താന്ന്? പച്ചത്തലി കെട്ടി സിഗരറ്റ് വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ച് നടക്കുന്ന ആളെന്നാ ഇരിക്കാണ്ട്. അപ്പൊ സഹാബികൾ എല്ലാവരും വിലായത്തിൽ ഉളുമ, സകല സഹാബികൾ വിലായത്തിൽ ഉളുമ. പക്ഷെ അക്കൂട്ടത്തിലുണ്ടാവും ചില അഹ്വാല് കൊണ്ട് മികച്ച ആളുകൾ. അബൂദർ ഗിഫാരി, അബൂദർദാ തുടങ്ങിയ ആളുകൾ. അബൂദർ ഗിഫാരിനെ പറ്റി മുമ്പ് പറഞ്ഞില്ലേ? നാളേക്കൊന്നും ബാക്കി വെക്കണ്ടെന്നാണ് മൂപ്പറ മന്ത്രം. നാളെ ആവുന്നവർക്ക് നാളേക്കൊന്നും വെച്ചുകൂടാ. അപ്പം ഭരണം സംവിധാനം നടക്കണമെങ്കിൽ നാളേക്ക് കുറച്ച് പൈസ ബാക്കി വെക്കണം. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിക്കാൻ വെച്ചിട്ട് പറഞ്ഞു മൂപ്പറ മാറ്റി. അതിനർത്ഥം ഓറ അഹ്വാൽ അംഗീകരിച്ചില്ല എന്നല്ല. ഓറ അഹ്വാൽ പൊതുജനങ്ങളെ മുമ്പിൽ പറയാൻ പറ്റൂല. അതത് മേഖല ഉണ്ടല്ലോ. ഉമ്മു ദർദായിനോട് ചോദിച്ച് മാ കാന അഫ്ദലുൽ അഅമാലി അബിദ്ദർദാ, നിങ്ങളുടെ ഭർത്താവായ അബൂദർദാഇന്റെ എന്തായിരുന്നു കൂടുതൽ അമല്? വഖാലത്, പെണ്ണുങ്ങൾ പറഞ്ഞത് അത്തഫക്കുറു, തഫക്കുറാണ്. എപ്പോഴും തഫക്കുർ. എന്താണ് ഈ 70 കൊല്ലത്തെ ഇബാദത്തിന് തുല്യമാണല്ലേ അത്? ഓരോ വസ്തുക്കൾക്കുമുള്ള ഹഖായിഖിന്റെ ഉള്ളിലേക്കുള്ള അറിവിലേക്ക് ചെന്നെത്തും. അല്ലെങ്കിൽ ബാഹ്യമായി പോയി ഹഖായിഖിലേക്ക് ചെന്നെത്തും. അതുകൊണ്ട് നഫ്അന്ത് ദർറന്ത് എന്തിനു പടച്ചു, ഇതെന്താണ്, ആർക്ക് വേണ്ടിയാണ്, ആരാണ് ആക്കി തന്നത്, അങ്ങനെ പോകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ തഅദീമിലേക്ക് അവിടുന്ന് ആ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്താക്കും? അവൻ തഅദീമാക്കും. അപ്പൊ ഹംദ് ചെയ്യണം, തസ്ബീഹ് വേണം, ശുക്ർ വേണം എന്നുള്ളത്. അപ്പൊ അത് ചെയ്യും.
ഇനി മറ്റൊരു നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ അവരെന്താക്കുന്ന തഹ്ഖീറാക്കും, അത് കൈവടിയും തഖ്വയുണ്ടായി അതുപോലെ തന്നെ തഫക്കർ കൊണ്ടുള്ള നേട്ടം എന്താണ്? നഫ്സിന്റെ മറഞ്ഞു കിടക്കുന്ന ആഫാത്തുമിലേക്ക് എത്തിച്ചു. നമുക്ക് തോന്നുന്നത് നമുക്ക് നല്ല തന്നെയാണ്, പക്ഷെ ഉള്ളിലേക്ക് കടന്നിരുന്നാൽ നമുക്ക് എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ട്. നമ്മൾ സ്വന്തം നഫ്സിലുള്ള തഫക്കുർ, അതുപോലെ ഇബ്ലീസിന്റെ ചതികൾ, ദുന്യാവിന്റെ ഗുറൂർ, ഇതെല്ലാം തഫക്കർ കൊണ്ട് കിട്ടും കേട്ടോ. അതുവിന്റെ ചതികളെ തൊട്ടും ദുന്യാവിന്റെ ഗുറൂറിനെ തൊട്ടും നഫ്സിന്റെ ആഫാത്തുകളെ തൊട്ടും രക്ഷപ്പെടാനും അകന്നു കഴിയാനുമുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് തഫക്കുർ കൂടി കിട്ടും. എങ്ങനെ രക്ഷപ്പെടാം? അകന്നുണ്ടല്ലോ. ഇന്ന് റോഡ് ബ്ലോക്കാൻ പോകാൻ പറ്റൂല, ഒരു തഫക്കുർ, ഒരു മസല ഇപ്പത്തേക്ക് കൂടി പോകാം, ആളെ റോഡ് കാര്യമാണ്. പണ്ട് വടകര മുതൽ തലശ്ശേരി വരെ എന്താ റോഡ് ബ്ലോക്ക്, നമ്മൾ വരുമ്പോ എനിക്ക് ഓർമ്മയുണ്ടോ? ഒരു മരം പൊരിഞ്ഞ് അതിന് റോഡ് ക്ലിയർ ആണെങ്കിൽ മരം മുറിക്കുന്ന ആള് വന്ന് കഷ്ടമാക്കി മുറിച്ച് മാറ്റിയിട്ട് കൊമ്പഞ്ചിലെല്ലാം കളഞ്ഞിട്ടോടെ അങ്ങോട്ടും നോക്കുമ്പോ അപ്പുറത്തെ തലശ്ശേരിക്ക് അപ്പുറമുണ്ട്, ഇപ്പുറത്തെ കോഴിക്കോട്ടുണ്ട്, റോഡ് ബ്ലോക്ക്. എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് വേറെ വയ്യറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ തിരിച്ചു മറ്റൊരു നമുക്ക് കയറിയിട്ട് എന്താക്കിയതറിയോ? നേരെ ചേലക്കാടേക്കൂടി അടിച്ചു നാട്ടിലേക്ക്. ഒരു തടസ്സം, റോഡ് മുഴുവൻ നമുക്ക് എത്ര സ്പീഡിൽ പോകാം. അല്ലെങ്കിൽ നാളെ നേരം വിട്ടാലും തീരൂല. ഇതെന്താന്ന്? ഇതിൽ നിന്ന് മാറി മറ്റൊരു വഴിക്ക് പോകാനുള്ള തഫക്കുർ കൂടി കിട്ടിയത് വഴി. ഇതുപോലെ തന്നെ ശൈത്താൻ ചതിക്കൽ എങ്ങനെ, ദുന്യാവിന്റെ ഗുറൂർ എങ്ങനെ. അപ്പം അപ്പോൾ ഈ ദുന്യാവിന്റെ ചതിയിലും കുടുക്കിലും പെട്ടിട്ട് കഴിഞ്ഞുകൂടുന്ന അഹ്ലുകാരോട് സുഹബത്ത് കിട്ടിയാൽ എന്താകും? അതിൽ നമ്മൾ പെടലുണ്ടായി, അതിൽ നിന്ന് രക്ഷപ്പെടാം. മേൽ പറയപ്പെട്ട ഉസ്രത്തില്ലേ, എങ്ങനത്തെ ഉസ്രത്ത്? ഫിക്രത്തോടുകൂടിയുള്ള ഉസ്രത്ത് കൊണ്ട് ഖൽബത്തിന്റെ പ്രാക്ടിക്കൽ. ഖൽബത്ത് എന്ന് പറഞ്ഞാൽ ആളൊന്നുമില്ലാത്ത. അപ്പം ഉസ്ലത്ത് പഠിച്ചാലേ ഖൽബത്തിന് അവസരം കിട്ടും. അല്ലെങ്കിൽ ഖൽബത്തിൽ നിന്ന് അവർക്ക് വഹ്ശത്ത് വന്നിട്ട് എവിടെയെങ്കിലും കഴിഞ്ഞു പോയാൽ അല്ല, റുസലത്ത് ഉണ്ടായാലേ ഖൽവത്തിന് കഴിയുള്ളൂ. ഖൽവത്ത് എന്ന് പറഞ്ഞാല് വിൽക്കുന്നുള്ള മേഖലയാണ്. അപ്പൊ റുസലത്തില്ലാത്ത ആള് ഖൽവത്തിൽ ഇരുന്നാല് കൂട്ടിലാക്കിയ പക്ഷിന്റെ മാതിരി എന്താക്കും? എങ്ങനെ ഇറങ്ങി ഓടാൻ കഴിയും? ശരി, അതാ ആ ഖൽവത്താണെങ്കിലോ അല്ലത്തി അഹദു അർകാനി തരീഖിൽ അർബഅത്തി ബിൻനിസ്ബതി ലിൽ മുരീദീൻ, മുരീദീങ്ങളെ ചേർത്തിട്ട് 4 റുക്നുകൾ ഉണ്ട്. ആ 4 റുക്നിൽപ്പെട്ടതാണ് ഒന്ന് ഖൽവത്ത്. ഇനി ബാക്കി 3 എണ്ണം ഏതാ? വബാഖിഹ അസ്സുംതു വൽ ജൂഉ വസ്സർ. ഒന്ന് വായടക്കണം, ആവശ്യത്തിന് മാത്രം സംസാരം, ബാക്കി നിൽക്കുന്ന വിട്ടു. ജൂ എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറാനുള്ള ഭക്ഷണം മാത്രം. ജൂ എന്ന് പറഞ്ഞാൽ പേച്ച് വയറ് തീപിടിക്കണം എന്നല്ല അർത്ഥം. അത് ഗസാലിമാർ റളിയല്ലാഹു അൻഹു പറയും, അമിതമായി വയറ് നിറച്ചിട്ട് ഇങ്ങനെ അതിലിട്ടല്ലോ 3-4 പ്ലേറ്റ് എല്ലാം ബിരിയാണിയും മന്തിയും മറ്റെല്ലാം അടിച്ചിട്ട് അയച്ചു കൊടുക്കലെന്നാ പറയുന്നത്. സഹാബിയുണ്ട് സർത്തൻ എന്ന് പറഞ്ഞ പശുക്കള് എല്ലാം പറ്റിലാക്കി 3 പ്ലേറ്റ് ബിരിയാണി ചവക്കാൻ നേരം കൂടെ ചവക്കുമ്പോ കേക്ക് തീർന്നു പോയില്ലേ? സഹാബി എന്നെ ഇത്രയും അകത്താക്കണമെങ്കിൽ മുമ്പിൽ കൊണ്ടുവച്ച എല്ലാം അകത്താക്കണമെങ്കിൽ എന്ത് വേണം? ഇർസാൽ വേണം. അതിന് ടൈം കഴിയില്ല. ഒന്ന് തീർന്ന് ചവക്കുമ്പോ കേക്ക് ടേബിൾ കാണിയിട്ടുണ്ട്. എല്ലാം കൊണ്ടുപോണ്ടെന്ന് തോന്നിയ പിന്നെ. അപ്പൊ വയറ് നിറക്കലിന്റെയും പട്ടിണി കടന്നിട്ട് ഇരുന്നിട്ട് നിൽക്കരിക്കുന്ന സാഹചര്യം വരുന്ന ചുറ്റുപാടില്. അപ്പൊ ഇഫ്രാത്തും തഫ്രീത്തിന്റെയും ഇടയിലുള്ള ഒരു മർത്തബയാണ് ജൂ എന്ന് പറഞ്ഞത്. ഇഹജോദീറ്റ് പണ്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഇഹജോദീറ്റ് ജൂഹിന്റെ ഫളായില് കേട്ടു. അയാളെന്താക്കി തീരെ 1 കുടിക്കാണ്ട് നോക്കുമ്പോ അടുത്ത സ്ലീപ്പ്.
ഇതാ ഗസാലിമാൻ പറഞ്ഞ എല്ലാ ചങ്ങായി മൂപ്പർ ഇഫ്രാത്തും തഫ്രീത്തും പാടില്ല നടക്കുന്നില്ലേ, വയറ് നിറഞ്ഞിട്ട് എനിക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല, പൈക്കുന്നായിട്ടും ശല്യം ഉണ്ടാകാൻ പാടില്ല, നടുക്ക് നിൽക്കല. അതാ പിന്നെയാ സഹർ എന്നാണ് ഉറക്കൊഴിക്കുന്നത്. ഇതേ ഉറങ്ങാണ്ട് മലൈക്കത്താണെന്ന് പറയുന്നത്. ഞാൻ നോക്കിയില്ലേ ഷമായില്ലേ, അപ്പൊ 3 റുക്ന് ഖൽവത്ത്, പിന്നെ സ്വംത്ത്, ജൂഅ്, സഹർ. അപ്പൊ 4 എണ്ണത്തിൽപ്പെട്ട 1 കിട്ടും. അതിനാദ്യം ഉസ്ലത്ത് കൊണ്ട് ശീലിച്ചാൽ ഖൽവത്ത് പ്രയാസകരമാവൂല. ഈ പറയപ്പെട്ട 4 എണ്ണം കൊണ്ടാണ് തസീറുൽ അബ്ദാൽ അബ്ദാലൻ, അബ്ദാലന്മാർ എന്ന് പറയുന്ന ഔലിയാക്കൾ അബ്ദാലികളായത്. വഹാദാ കുല്ലുഹു, ഈ പറഞ്ഞതൊക്കെ അടിയാണ് ഫീ ഹഖിൽ മുരീദിൽ ലദീ യസ്ലുകു ബിനഫ്സി, ഒറ്റത്തടിയായ സത്യക്കാർ പറയുന്നു അല്ലേ. ഒരു ഷെയ്ഖിന്റെ തർബിയത്തിന്റെ കീഴിലാണെങ്കിൽ ഷെയ്ഖുമായി സ്വഹബത്ത് കൂടാണ്ട് കഴിയൂല. ഷെയ്ഖിന്റെ അഹസ്തായ മുരീദന്മാരുടെ കൂട്ടത്തിൽ കഴിയാണ്ട് എനിക്ക് ആർമി കോളേജിൽ പഠിക്കണേ ഞാൻ ഒറ്റക്ക് പഠിക്കുമോ? ഒരു ദർശനോദനം ഒറ്റക്ക് പഠിക്കാൻ കഴിയുമോ? അവിടെ ഉണ്ടാവുമല്ലോ ആള്. അപ്പൊ ഇപ്പം പറയല്ലോ തർബിയത്താണ്, തൊട്ടിട്ട് പോയ തർബിയത്തായി. അങ്ങാടക്കട്ടെ. എന്നിട്ട് നിങ്ങളെ ആരാണ് എങ്ങനെ തർബിയത്ത് ചെയ്യുന്നത് വെച്ചാൽ ഉത്തരവില്ല. അത് മാനവിയാന്ന് നോക്കിയാൽ കാണൂല. അപ്പൊ ഫലാ ബുദ്ദ മിൻ മുഖാലതതിഹി, ആ ശൈഖുമായുള്ള മുഖാലത അനിവാര്യമാകുന്നു. തരീഖിന്റെ സുലൂക്കിനെ എന്നെ സഹായിക്കുന്ന ഇഖ്വാനികളോടും എന്തോണം മുഖാലത്ത വേണം. എന്നിട്ടോ ഷേഖിന്റെ കൂടെ കൂടിയിട്ട് നഫ്സിന്റെ ഓരോ റുഹൂനാത്തുണ്ടല്ലോ, നഫ്സിന്റെ കുറെ ശീലിപ്പിച്ചെടുത്ത നഫ്സിനെ ഒരു മഅബൂദാക്കി വെച്ചിട്ടുണ്ട്. അത് പലതും ആവശ്യപ്പെടും. അതെല്ലാം മാറി വസാറ മിനൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ കൂട്ടത്തിലായി. ഏത് പടപ്പുള്ള കൂട്ടത്തിൽ കൂടിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പടപ്പുകൾ ഇവൻ മുഖേന നന്നാകാന്നല്ലാണ്ട് പടപ്പുകളെ കൊണ്ട് ഇവ മുടക്കാവില്ല. അല്ലെങ്കിൽ എന്താകുന്നറിയോ, അതുകൊണ്ട് മരത്തക്കാട്ട് ഒരു വണ്ടി വീണു. വണ്ടി വീണു വെച്ച് ക്രൈം കൊണ്ടാന്ന് സ്ഥാപിച്ചെല്ലാം കൂടെ ക്രൈം ഭരിക്കലോട് കൂടെ ക്രൈന് പണി കിട്ടുന്നുണ്ട്. കുണ്ടിലേക്ക് കേറ്റാൻ പോയ സാധനം കൊണ്ടില്ല. എന്തുണ്ടാകുന്നത്? ഇതിനെ ഇസ്തിഖാമത്ത് ഉറച്ചിട്ടില്ല. അപ്പൊ ശരിക്കും എന്താക്കി കുറച്ച് ആരിഫീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട് ആരെ കൂട്ടത്തിലും കൂടിയാലും ജനങ്ങള് ബട്ടിയാടും. അവനോ അതല്ലേ കത്തിപ്പുറത്തോറൊക്കെ കണ്ടെടുത്ത ഒരാൾക്കും ഒരു പാർട്ടിക്കാർക്കും ഒരു വ്യക്തി മൂപ്പറെ കീഴടക്കാൻ കഴിയില്ല. മൂപ്പർക്കും പുറത്താക്കിയ എല്ലാവരും അതിന് വൈപ്പില്ല ഇല്ലേ? ആരെ കൂട്ടത്തിൽ കൂടിയാലും അള്ളാഹു അല്ലാത്ത ഒന്നിനെ അവർ കാണുന്നേ ഇല്ല. കേട്ടാ? അപ്പൊ നേരത്തെ പറഞ്ഞു എന്നല്ല, ഫിക്റത്തും ഉജ്ലത്തും അല്ലേ, ഇതിലേതാ മുന്തിയത്? ഫിക്റത്താണ് നമ്മൾ ആവശ്യം. അപ്പൊ ഉജ്ലത്തല്ല വസീലയാണ്. ഉജ്ലത്തില്ലാണ്ട് ഫിക്റത്ത് നടക്കൂല. അപ്പൊ ഫിക്റത്തില്ലാതെ വെറും ഉജ്ലത്തുകൊണ്ട് നടക്കൂല. രണ്ട് കാര്യത്തിൽ അത് വഅലം അന്നൽ ഫിക്റത ഹിയൽ മഖ്സൂദ വൽ ഉസ്ലത്തു വസീലത്തുൻ ലഹ വമുഈനത്തുൻ അലൈഹാ. ഇനിയെന്താ പറയുക? സുമ്മ ബയ്യന അല്ലദീ, അടുത്തത്തിലേക്കാണ്. സുമ്മ ബയ്യന അൽ ഉമൂർ അല്ലദീ തുസീബുൽ ഖൽബ ഇദാ ലം യഹ്സുൽ ലഹു തത്ഹീറുൻ ബിഉസ്ലത്തി വലാ ഫിക്റ. ഫിക്റത്ത് കൊണ്ടും കൽബിന് ഒരു ശുദ്ധീകരണം കിട്ടിയിട്ടില്ല, ഉജ്ലത്ത് കൊണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്ത് മാർഗം? അതിന്റെ അപ്പുറം വേറൊരു മാർഗമാണ്. അതടുത്ത മത്തിൽ പറയും. രണ്ടുകൊണ്ടും നേട്ടമില്ലെങ്കിൽ മൂന്നാമത്തിന്റെ മാർഗം വേണ്ടേ? അത് പറയും.
അതിന്റെ ഉള്ളിലേക്ക് നോക്ക്. എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മത്തിന് തുടങ്ങുന്നതാണ്. മുദാവാത്തു അംറാദിൽ ഖൽബി വാജിബത്തുൻ അലൽ മുരീദ്. കൊണ്ട് വിഷയാവതരണത്തിന്റെ ഓരോ മുഖദ്ദിമാത്ത് തർത്തീബാക്കുന്ന ആദ്യം എന്ത് പറയണം? ഖൽബിന്റെ രോഗങ്ങൾക്ക് ചികിത്സ നടക്കണമെങ്കിൽ അത് വാജിബാണ് മുരീദിന്. ഇനി രോഗം എവിടെ നിന്നുണ്ടാകുന്നു? മനുഷ്യന്റെ പ്രകൃതി ഉണ്ടല്ലോ, കാരണം ചളിയോണ്ടും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് മനുഷ്യന്റെ ബോഡി. അപ്പൊ അതിലുള്ള എല്ലാ റൂഹിന്റെ ബാധിക്കും. അതിൽ നിന്നാണ് എന്താക്കുന്നത് രോഗം വരുന്നത്. അത് വിപരീതമായ കാര്യങ്ങളുടെ സുഹബത്ത് കിട്ടിയാലുണ്ടാവും. വിപരീതം, അതായത് ഒരു സാലിഹായ ഒരു വ്യക്തി എന്താക്കുന്ന കള്ളന്മാരുടെ കൂടെ കൂടിയാല് വിപരീതത്തിനോട് സുഹബത്ത് കിട്ടിയില്ലേ? ആ വിപരീതത്തിനോട് സുഹബത്ത് കിട്ടുന്ന കാരണത്തിലാണ് തബഇന്റെ അഹ്കാം എഴുതിക്കുന്നത്. അത് വരുമ്പോ രോഗം ബാധിക്കും. പതിവായി കണ്ടുവരുന്ന ഒന്നിനോടൊപ്പം അവരിങ്ങനെ ഒത്തു കഴിഞ്ഞു കൂടുക. അതിൽ നിന്ന് ഒരു വിപരീതമായ പരിപാടി മനുഷ്യന് ലഭിക്കും. നടക്കുമ്പോൾ നടക്കട്ടെ. തടിന്റെ ഹബയിലേക്ക് അവൻ വെടിപ്പെട്ടത് കൊണ്ടുമാണ്. പിന്നെ കണ്ണുകൊണ്ട് മൂക്കുകൊണ്ട് മറ്റൊക്കെ ഇതറാക്ക് ചെയ്യാവുന്ന ഈ ലോകത്തുമായിട്ട് എന്താക്കി ഉൻസിൽ കഴിഞ്ഞുകൂടി. ഇതെല്ലാം കൂടിയാണ് എന്താക്കുന്നത് രോഗത്തിന്റെ കാരണം. എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ. അതായത് കണ്ണുകൊണ്ട് കാണുന്നത് ആലമുൽ ഹിസ്, മൂക്കുകൊണ്ട് മണക്കാവുന്നത് ആലമുൽ ഹിസ്, ചെവി കൊണ്ട് കേൾക്കാവുന്നത് ആലമുൽ ഹിസ്, മൊത്തത്തിൽ മഹസൂസാത്ത്. അതിന്റെ പിന്നിൽ രണ്ട് മാനവീയത്തുണ്ടാവും. ഇനി പറയട്ടെ, ചികിത്സിക്കണമെന്നല്ലേ? ഈ മറന്നിന്റെ ചികിത്സ പലതരത്തിലുമുണ്ട്. ശരീരത്തിന്റെ രോഗം വന്ന ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മറ്റേ പതിയുണ്ട്, കുറെ പതി കൊണ്ടുള്ളതാണ്. പതി എന്ന് പറഞ്ഞാൽ രോഗ ശുശ്രൂഷ എന്നേ അർത്ഥമുള്ളൂ. പതി എന്ന രോഗ ശുശ്രൂഷ. അത് ഇംഗ്ലീഷിൽ ടച്ച് ഇംഗ്ലീഷോ ഒക്കെ അല്ല, ഗ്രീക്കം. അങ്ങനെ രോഗശമനത്തിന് ഏറ്റവും കടുപ്പം കൂടിയതും അത് ഏറ്റവും ഉപകാരപ്രദവുമായത് ജനങ്ങളൊത്തൊട്ട് അകന്നു നിൽക്കലാണ്. അപ്പൊ എന്താകും, ചില ആസ്പത്രിയിൽ പോയാൽ ജനങ്ങൾ കയറാൻ പാടില്ല എന്നിട്ട് ഓരോ പ്രത്യേക റൂം ഉണ്ടാക്കിയിട്ട് ICU എന്നിട്ട് ആരും കേട്ടില്ല. ഉമ്മ വന്നു ചോദിച്ചാലും കൂടെ കേട്ടില്ല. നാട്ടിലേക്ക് വന്നാലും പറഞ്ഞു ആളടുപ്പിക്കണ്ട, അജ്ഞാതമായതോ സ്ഥലത്ത് താമസിപ്പിക്കും. അത് അവിടെയുണ്ടല്ല, ഇവിടെയുണ്ട്. പക്ഷെ എന്ത് വേണം? ഫിക്റത്തുമായി കൂട്ടുകെട്ടിയ വിചാരത്തെ വെച്ചുള്ളൂ. അതാണ് മുബ്രന്താക്കിയത് എന്ന് പറഞ്ഞു. വെറും വിസലത്ത് പോരാ. അപ്പൊ വിസലത്ത് കൊണ്ട് എന്ത് കിട്ടി? ശരീരത്തിന് ഒഴിവ് അല്ലേ? കൂടാൻ പറ്റാത്ത ആള് കൂട്ടുകെട്ടിനെ തൊട്ട് തടി സലാമത്തായി. ഇനി മനസ്സിന് പണി കൊടുക്കണം എന്ന് പറയും. അതുപോലെ ആരെ സുഹബത്ത് കൊണ്ട് ആഫാത്ത് വരൂല എന്ന് നമുക്ക് നിർഭയമാകുന്ന ആകാത്തവളുണ്ടല്ലോ. ഇപ്പം ബിൽഫിയിൽ ആഫത്ത് വന്നിട്ടില്ലെങ്കിലും ആഫത്ത് വരാൻ നിർഭയമില്ല. അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന എത്തിസാരുള്ള വിഷയം എന്താക്കും? മാസിയത്തിനെ തൊട്ട് ഒഴിവാക്കും. എന്താ മാസിയത്ത്? അല്ലതീ താരദുർഹുബിൽ മുഖാലഫത്തി, കൂടിച്ചേരുമ്പോണ്ടാകുന്ന മാസിയത്തിനെ തൊട്ട്. അതായത് എന്തിയാണ്? മിസ്ലുൽ ഗീബ, ഗീബത്ത് പോലെ. അതെ, ഗീബത്ത് വരും. പക്ഷെ ഇന്ന് ഗീബത്തിന് മൊബൈൽ ഉണ്ടായോ മതി, ആളെന്നെ വേണമെന്നില്ല. ഒറ്റ പരിപാടി ഇങ്ങോട്ട് വെച്ചാൽ എല്ലാവരും ഔറത്തുണ്ടാക്കും, സ്കാൻ ചെയ്തിട്ട് കൊടുക്കും. അതിന്റെ ഉള്ളിൽ വരെ ആർക്കും അതെല്ലാം കുറ്റവും കുറവുണ്ട്, അതെല്ലാം പീഡിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പൊ അത് ഒഴിവാക്കണം. അല്ല, അതില്ലാത്ത കൊട്ടട കണക്കത്തെ സാധനം ഉണ്ടല്ലോ, അത് മാത്രം മതി. ഒരു വാർത്ത കേൾക്കലും പോക്കും മാത്രം. മറ്റേ വില പിടിച്ചൊന്നും വേണ്ട, അത് 50 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ ഉദാഹരണത്തിൽ എന്ന് പറഞ്ഞാൽ സോപ്പിടൽ. മറ്റാളെ വെക്കണമെന്ന് കാലം തട്ടാൻ വേണ്ടിയിട്ട് അയാളോട് ഉപദേശിക്കുകയോ ചീത്ത വിരോധിക്കുകയോ ഒന്നും ചെയ്യാതെ വെറുപ്പിക്കാണ്ട് കൊണ്ടുപോകും. പിന്നെ വലിയ കൂട്ടുകെട്ടുണ്ടാകുന്ന ദോഷങ്ങളെ മറ്റോനിക്ക് വേണ്ടി കോലം കെട്ട് ഓനിക്ക് ഒപ്പിക്കലി കണ്ടാ. ഇത്തരത്തിലുള്ള ആപത്തിനെ തൊട്ടുണ്ടാകും വിഷലത്തോണ്ട് സലാമത്ത് കിട്ടി. അതുപോലെ കൂട്ടുകൂടും ഉണ്ടാകുന്നില്ല, മറ്റോന്റെ സ്വഭാവം പകരുക എന്നുണ്ടെന്നുണ്ട്. ചന്ദനം ചാരിയാൽ എന്താ ഉണ്ട്? ചന്ദനം മണക്കും. പിന്നെ ചാണകം ചാരിയാലോ ചാണകം മണക്കും. മാർക്കറ്റിൽ ഉണക്ക് വെക്കുന്ന ആടൊന്ന് കയറി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വരുമ്പോൾ കഴിഞ്ഞാൽ ശരീരം എല്ലാം നടന്നുണ്ടാവും. ഉണക്കം അതാണ് ചീത്ത സ്വഭാവങ്ങൾ എന്താക്കും? ശരീരം ഒപ്പിയെടുത്ത് കളയും. ഇതെല്ലാം യുദലത്തോണ്ട് രക്ഷ കിട്ടിയെന്നാണ്. ഇനി യുദലത്തിന്റെ നേട്ടങ്ങളാക്കി വേണ്ടെന്ന് അവന്റെ ശരീരത്തിനെയും അവന്റെ ദീനിനെയും സംരക്ഷിക്കൽ കിട്ടും. പുറത്തു നടക്കുന്ന കുറെ കുഴപ്പങ്ങളും അടിയും കുഴപ്പങ്ങളും ശണ്ടയും പത്താണ്ടൊന്നും ഇവന് പ്രിയയില്ലേ. അതുപോലെ ഷർറുകളെ തൊട്ടും ഫിത്നകളെ തൊട്ടും രക്ഷപ്പെടൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവിടെ 4 കൂടിയാൽ എന്താന്നറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ ഉണ്ട് എല്ലാവർക്കും. എന്നാണ് ഇപ്പൊ 4 അധികം കൂടി പോയി നോക്കട്ടെ. അപ്പൊ അടുത്ത വാർത്ത എല്ലാം പിന്നെ ശേഖരിക്കണം. എന്താണ് ഏതാണ് അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണത്. ഇന്നാളെ നമ്മൾ എവിടെയോ കഴിഞ്ഞാഴ്ച പഠിക്ക് പോയപ്പോ നമ്മളെ തുറക്കളയിൽ 2 പോലീസ് വണ്ടിയാണ്. അതൊരു ചർച്ചയായി. എന്തിനാ പോലീസ് വന്നു, ഇവിടെ എന്താ പ്രശ്നം, എന്താണ്, ആര്? അപ്പൊ ഒരു തല്ലുണ്ടായിന്. ആരെ തച്ചു? ആടെ നോക്കിയിരുന്ന പരിപാടിക്ക് തെളിക്കാവും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഉണ്ടാകുമ്പോ അത് കുറ്റിയും വരും, എനിക്കറിയാം. അതുകൊണ്ട് മുഅ്തസിലിന്റെ വാജിബാണ്. അത് അന്വേഷണം എല്ലാം എടുത്തിട്ട് കൊണ്ടാണ്ട് പത്രവും മൊബൈലും വെച്ചിട്ട് ഇടുന്ന അയച്ചു കാളാരാണ് മുഅ്തസിലി വിജലത്തിൽ. പക്ഷെ എല്ലാം നടന്ന ബജാറിൽ തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. എല്ലാ പത്രവും വാങ്ങിക്കുക, എന്നിട്ട് ഖൽവത്തിൽ നിന്നിട്ട് വായിക്കുക. അപ്പൊ പിന്നെ അങ്ങാടി തന്നെയുള്ളത്. അതുകൊണ്ട് മുഅ്തസിലിയായ ആ വ്യക്തി ജനങ്ങളുടെ വാർത്തകളെ തൊട്ടിട്ട് അന്വേഷണം ചെയ്യാതെ നാവ് അടക്കിക്കൊള്ളുക. എന്ത് സംഭവിച്ചു ചോദിക്കാൻ വേണ്ട. ജനങ്ങൾ എന്തുകൊണ്ട് ശൂലായിട്ടുണ്ട് അവൻ ചോദിക്കണ്ട. ജനങ്ങൾ അതിൽ ഇങ്ങനെ സമയം കൊല്ലാൻ വേണ്ടിട്ട് കഴിഞ്ഞുകൊണ്ടിട്ടുണ്ട്. മുങ്കമ്പൂനാലി അതുപോലെ മുഖം കുത്തി കൊണ്ടിട്ടുണ്ട്. അതൊന്നും അന്വേഷിക്കാൻ പാടില്ല. അവന്റെ കാതിനെ കാത്തു സൂക്ഷിക്കണം, എന്നാലും വിജലത്തുള്ള ഫലമുള്ളൂ. ഇതിനെ തൊട്ട് നാട്ടിൽ പല അടിയുടെല്ലാം കുഴപ്പങ്ങളും തർക്കങ്ങളും ഒച്ചപ്പാടെല്ലാം ഉണ്ടാവും. അതിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ സംസനെയും കാക്കണം. അല്ലെങ്കിൽ വിജലത്തുണ്ട് ഫായിദയില്ലല്ലോ. നാട്ടിൽ നടക്കുന്ന ഈ അറാജീഫിൽ എന്തെന്നുണ്ടാകും? ജനങ്ങൾ കഴിഞ്ഞോളുന്ന കുറെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അടിയും തല്ലും സംസാരങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയൊന്ന് അവന്റെ ഖൽവത്തിലും ഉസ്ലത്തിലും അവനെ വന്ന് പൊതിയാൻ പാടില്ല. ആര്? ഈ വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടാവും. ഓന റൂമിലേക്ക് കയറ്റാനേ പാടില്ല. സംസാരം തുടങ്ങി ഇത് പൊളിച്ച്
കണ്ടോ? വൽ ബഹസ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആള്. ഇനി വൽ യജ്തനിബ് സുഹബത മൻ ലാ യതവറഉ ഫീ മന്തിഖിഹി, സംസാരത്തിൽ വറഅ കാട്ടാത്ത ഒരാളെ സുഹബത്ത് ഒഴിവാക്കേണ്ടതാണ്. സംസാരിച്ച് എന്തും സംസാരിക്കാൻ നാവിനെന്തില്ല, വല ബെല്ല വല ബ്രേക്ക. ഗീബത്തിന്റെ ദഖായിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്യമായ ഗീബത്താവൂല. ഗസാലി ഇമാമ് പറഞ്ഞിട്ടുണ്ട്. അതായത് നേർക്ക് നേരെ പറഞ്ഞ ഗീബത്തായി തോന്നൂല, പക്ഷെ ഉള്ളിൽ ഗീബത്താണ്. എന്താണ് ഫുലാനിന്റെ ഹാല്? അള്ളാഹു നമ്മളെല്ലാം കാക്കട്ടെ, അതിന് പെട്ടുപോകാണ്ട്. അപ്പൊ അയാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളെങ്കിലോ പെട്ടുപോയിട്ടുണ്ട് എന്ന് എന്താ സൂചന വന്നിട്ടുണ്ട്. അയാൾക്ക് സംഭവിച്ചതും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ എന്താണ് ഇപ്പൊ അയാൾക്ക് സംഭവിച്ചത്? അപ്പൊ ഗീബത്തായി മറിക്കണം. അതാ ദഖായിഖുൽ ഗീബത്ത്. നേർക്ക് നേരെ നോക്കിയെന്നല്ല ഗീബത്തല്ല, പക്ഷെ എന്റെ മറുവശം മഫ്ഹൂം എടുത്ത ഗീബത്ത്. അത് ഹൈറുണ്ട്, അതുപോലെ അലന്നാസ്, ജനങ്ങൾ ആക്ഷേപിക്കുമ്പോ വ്യക്തമായി പറയാതെ തഹരീലാക്കിയിട്ട് പറയാം, ഒരു സൂചനാരൂപത്തിൽ. അങ്ങനെയുള്ള ആളൊന്നും നമ്മളെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. എല്ലാ വെച്ചിടത്തുകൊണ്ട് ഫായിദയില്ല. കൽബിന്റെ തെളിമന കച്ചറ പഠിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നു. റബ്ബിന്റെ കോപത്തിന് ഇറക്കുമതി ചെയ്യാൻ അത് കാരണമായി മാറും. അതുകൊണ്ട് ഹുസ്നത്തിലിരിക്കുന്ന ആള് അതും ഒഴിവാക്കേണ്ടതാണ്. സിംഹത്തിനെ കണ്ടാൽ എപ്രകാരമാണോ നിങ്ങൾ ഓടുന്നത്, അതുപോലെ അത്തരക്കാരോട് അടുക്കാനേ പാടില്ല. ഒരു സ്ഥലത്തും അവനോടൊപ്പം ഒരുമിച്ച് കൂടണ്ട. കണ്ടോ? അപ്പൊ അവന്റെ മുമ്പ് പരിചയമില്ല ആളെ പരിചയം ഇല്ലാത്ത മാതിരിയാക്കണം. പരിചയക്കാരെ കണ്ടിട്ട് ചോദിച്ച വർത്താനത്തിന്റെ കൊട്ടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സമയം പോയില്ലേ. പരിചയമുള്ള ആളും പരിചയമില്ലാത്ത ആളും മാതിരിയാക്കണം. ഇനി പുതിയ ആളെ പരിചയപ്പെടുകയും വേണ്ട. അതാ മിമ്മൽ ഇതാണ് അവരുടെ പരിപാടിയെങ്കിൽ മിനൽ മൻസൂബീന ഇലദ്ദീൻ, പ്രത്യേകം ദീനിലേക്ക് ചേർക്കപ്പെട്ട ചിലയാളുണ്ടോ, ഒരു ദീനിന്റെ ആളാണ്. പക്ഷേ ഈ ഗീബത്തും നമീമത്തിനും ഒരു വെല്ലും ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പൊ അയാളെ പരിചയമില്ലാന്ന് വെച്ചോളാം. പരിചയക്കാരനാണ് അടിക്കേ വേണ്ട. സലാം ചെല്ലുവാണ്, വ്യക്തമായി സലാം ചെല്ലും അടിച്ചു. ഫദ്ലൻ എന്ന കാര്യം പിന്നെ ദീനുമായി ബന്ധമില്ലാത്ത ആളുടെ കാര്യം പറയാനില്ലല്ലോ. كما قال بعضهم انكر من تعرف ولا تتعرف الى من لا تعرفون. എന്താകും ഔലിയാക്കന്മാർ കലാമിലുണ്ട്. അൻകിർ മൻ തഅരിഫു എന്ന് പറഞ്ഞാൽ നേരത്തെ പരിചയമുള്ള ആളെ പരിചയമില്ലാത്ത കോലത്തിലാക്കുക. ഒരു ഫുലാനെ അറിയാം, അവൻ ദീനെ കണ്ട് പരിചയമില്ലാത്ത ആളെ വിട്ടേക്ക. പുതുതായിട്ടോ വലാ തതഅറഫ് ഇലാ മൻ ലാ തഅരിഫു, പരിചയമില്ലാത്ത ആളെ പുതിയ പരിചയം ഉണ്ടാക്കി വേണ്ട. രണ്ടെണ്ണം. വഫിൽ ഖബരി മദ്ഹലുൽ ജലീസി സൂഇ കമസലിൽ കീരി, ചീത്തയായ കൂട്ടുകാരന്റെ ഉദാഹരണം ഈ ഇരുമ്പ് വെളുപ്പിച്ചിട്ടിങ്ങനെ തല്ലുന്ന കൊല്ലന്മാരുണ്ടല്ലോ, അവനെ പോലെയാണ്. ഇല്ലം യുഹരിക ബിശറരിഹി, അവന്റെ തീപ്പൊരി നിനക്ക് ബാധിച്ചില്ല എന്ന് വെച്ചാൽ തന്നെയും അലക ബിക മിൻ ദീഹി, അത് ചീത്ത മണം നിനക്ക് ബാധിക്കും. അത് പുകയെല്ലാം പൊട്ടിത്തെറിയും. അപ്പം വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇതിന്ന് ഒഴിവാകൂല. മുൻകഴിഞ്ഞു പോയ കിതാബിലുണ്ട് അന്നല്ലാഹു തആല ഔഹാ ഇലാ മൂസാ അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു. ഇബ്നു ഇമ്രാൻ, ഇമ്രാനിന്റെ മോനെ എന്ന് പറഞ്ഞാൽ മൂസാ, കുൻ യഖ്ലാൻ, എപ്പോഴും ബോധവാനായിരിക്കണം, ഒരിക്കലും ഗഫലത്ത് പറ്റൂല. യഖ്ലാൻ നക്ഷബന്ദി പറയലല്ലേ, ഹോഷ് ദർ 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 ദർ. ചില മുസ്ലിംമാരാണ് അത് ചൈത്തന്റെ വാക്ക് ഒച്ചോട്ടെ, ഹോഷ് ദർദം
അത് പാരസി വാക്കാണ്. ഹോഷോ എന്ന ബോധവാൻ, ദർ എന്ന് പറഞ്ഞ ഫീ, ദം എന്ന് പറഞ്ഞ ഓരോ ശ്വാസം. അപ്പൊ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും നീ ബോധവാനായി ജീവിക്കുക എന്നതിന്റെ വാക്കിൽ, ശൈത്താന്റെ വാക്കൊന്നുമല്ല. ഓ ശർദം നസർ ബർഖദം, നടക്കുന്ന അവസരത്തിൽ കാലെവിടെ വെക്കുന്നു അതേ നോക്കൊണ്ട് വാൾപോച്ചൊന്നും വായിക്കണ്ട. ആടെ വാൾപോച്ചുണ്ടാകും, ആടെ അവരത്തില്ലാത്ത പെണ്ണുങ്ങളുണ്ടാകും, ഇവിടെ മറ്റേതുണ്ടാകും, മറിച്ചുണ്ടാകും. അങ്ങോട്ട് ഇങ്ങനെ നോക്കി നടന്നാൻ പറ്റും. നസർ ബർഖദം. സഫർ ദർവതൻ, നീ നാട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ കൽബ് സഫർ ചെയ്യുന്നുണ്ടാവും. അടുത്തേക്ക് ആലമുൽ ഷഹാദത്തിൽ നിന്ന് ആലമുൽ ഗൈബിലേക്ക്, അസറിൽ നിന്ന് അഫ്ആലിലേക്ക്, അഫ്ആലിൽ നിന്ന് സിഫാത്തിലേക്ക്, അസ്മായിലേക്ക്, അസ്മാ സിഫാത്തിലേക്ക്, സിഫാത്ത് ദാത്തിലേക്ക്. ഇങ്ങനെ പഞ്ചനക്ഷത്രം, 5 സ്റ്റാർ. കേട്ടോ, നിനക്ക് വേണ്ടി നീ എന്താക്കണം? കൊയ്തെടുക്കണം. ഇഖ്വാനൻ, കുറെ ഇഖ്വാനികളെ സംഭരിക്കണം എന്നാണ്. ഇർത്താദ എന്നതിന് അമ്രാണ് വറുത്തത്. ഭക്ഷണം വാങ്ങാൻ പോക്ക്, പുല്ലരിയാൻ പോക്ക്, എന്തെങ്കിലും ശേഖരിക്കാൻ വേണ്ടി പുറത്തു പോക്കും. അപ്പൊ ഇഖ്വാനികളെ ശേഖരിക്കണം. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയല്ലേ. പക്ഷെ എന്ത്, എനിക്ക് ഗുണം ചെയ്യാൻ വെച്ചാൽ അള്ളാഹുവിന്റെ താറ്റുമായി ബന്ധപ്പെടാൻ നിന്നോട് സഹകരിക്കാത്ത അഹാവട്ടെ, സാഹിബാവട്ടെ, ബഹുവലക അതുവൻ, അത് ഇഖ്വാനല്ല, അതുവാണെന്ന് മനസ്സിലാക്കണം. ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇഖ്വാനികളെ ശേഖരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം പാനിക്കൂട്ടണമെന്നല്ലോ. ഇപ്പം വല കിട്ടാൻ പാമ്പിനെയും കിട്ടും, തേളിനെയും കിട്ടും, മീനും കിട്ടും, കടൽ ജീവികളെല്ലാം കിട്ടൂലേ. അപ്പൊ അതിൽ തന്നെ ഏത് ഇഖ്വാനായിരിക്കണം? എനിക്ക് താഹത്തിന് വേണ്ടി നിന്നോട് സഹകരിക്കാത്ത അഖോ സാഹിബ് ആരായിക്കട്ടെ, അത് എനിക്ക് അതുമായിരിക്കും. ഇഖ്വാനല്ല. ഇർത്താദ അല്ല, ഞാൻ പറഞ്ഞ ഇർത്താദ എന്ന് പറഞ്ഞ പുല്ലരിയാൻ പോക്ക്, ഭക്ഷണം വാങ്ങാൻ പോക്ക്, അതിനൊക്കെ പറയും മുർത്താദ്. ഇർത്താദ അതിന്റെ അമ്രം എങ്ങനെ വരിക? വറുത്തത്. ഇർത്താദാനെ സർഫം കേട്ട എനിക്ക് സർഫം പറയില്ല. വറുത്തത് ഇഖ്വാനികളെ. അതല്ല യാഫി പറഞ്ഞ അറാകുല്ല മന്നൽഹാക അൻ കസ്ബി ത്വാഅത്തിൻ അദുമ്മൻ വഇൻകാന സദീഖൽ മുസാഫിയാ. നിന്റെ ഉറ്റ സുഹൃത്താണെന്ന് നീ പറഞ്ഞാലും അള്ളാന്റെ ത്വാഅത്തിനെ തൊട്ട് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും അതുവാകുന്നു. ഹയ്യാലസ്സലാത്ത് വിളിച്ചപ്പം പഴയ പള്ളിയിലേക്ക് വരും. പറഞ്ഞ് തീർത്തിട്ട് പോവാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അതെന്തായി? അവലോകത്തും ജമാഅത്തും എല്ലാം കൂടെ കൊടുക്കും. ഓൻ അതുവാന്ന് നീ സദീഖ് മുസാഫിയ എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് അതുവാണ്. لما أن أنفاس الحياة جواهر نفاس وقد أضحاها عنك نافيا. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും വിലമതിക്കാൻ കഴിയാത്ത മുത്താകുന്നു. ആ മുത്തെന്തായി? നിന്നിൽ നഷ്ടം സംഭവിച്ചു ഇവന്റെ കൂട്ടുകെട്ടുകൊണ്ട്. അതുകൊണ്ട് അതുവാക്കിയതെന്ന് പറയുന്നു. ജാഫീറിന്റെ ബൈത്ത്. അതുകൊണ്ട് മഹാന്മാരെല്ലാം ഓതുന്ന കിതാബല്ല ജാഫി. 300 ചിലാനകത്ത് വിലായത്ത് കിട്ടിയെന്ന് പറഞ്ഞു ജാഫി ഓതിച്ചു. അതിന്റെ മഹത്വം പറയുന്നു. അങ്ങനത്തെ കിതാബല്ല. അപ്പൊ മൂസാ നബിയോട് പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്ക് ജീവിക്കണ്ട, ഇഖ്വാനെ ശേഖരിച്ചോ, പക്ഷെ എന്റെ ത്വാഅത്തിന് സഹായകമാകുന്ന ആരായാലും അത് വന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നു. وأوحى الله تعالى إلى داود عليه السلام إن الله تعالى وحي അറിയിച്ചത് فقال له يا داود ما لي أراك منتبذا وحدانيا. നിങ്ങൾ ഒറ്റക്ക് വേർപെട്ടിട്ട് നിങ്ങൾ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുവിടുന്നേ അല്ലേ? അപ്പം പറഞ്ഞ് ഇലാഹി ഖലൈതുൽ ഖൽഖ മിൻ അജ്ലിക, നിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പടപ്പുകളോടെല്ലാം വേർപെട്ടിരിക്കുകയാണ്. കല എന്ന് പറഞ്ഞ വൃത്ത്. നിന്റെ ആവശ്യത്തിന് വേണ്ടി പടപ്പുകളെ ഞാൻ കൈയൊഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോട്ടെ. ഫഖാല യാ ദാവൂദ് കുൻ യഖ്വാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബോധവാനാവണം. വർത്തദിൽ നഫ്സിക അഖ്ദാനൻ, കുറെ സുഹൃത്തുക്കളെ ശേഖരിക്കണം. അപ്പം ഉജ്ജലത്തിന്റെ മറിച്ചിട്ട് നല്ല കൂട്ടുകാരുണ്ടാക്കണമെന്നും നന്നായി പറഞ്ഞു വരുന്നു. എന്തുകൊണ്ട്? ഉടനെ വിശ്വാസിക്ക് പേര് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ
വകുല്ലു ഖിദിൻ ലാ യുവാഫിഖുക അലാ മബറത്തി, എന്റെ ത്വാഅത്തിന് വേണ്ടി നിന്നോട് സഹകരിക്കാത്ത ഏത് ചങ്ങാതി ആയാലും ഫലാ തസ്ഹബുഹു, അവന്റെ കൂടെ കൂടാൻ പാടില്ല. അന്നത്തെ അതേ വസിയത്ത്. ഫഇന്നഹു ലക അദുവ്വൻ, അത് നിന്റെ അദുവ്വാണ്. വയുഖസി ഖൽബക, നിന്റെ കൽബിനെ എന്താക്കും? കസാബത്തുണ്ടാക്കും. വയുബാഇദുക മിന്നി, എന്നെ തൊട്ട് അകറ്റിക്കളയും എന്ന് പറഞ്ഞു. وما أحسن قول أبي إسحاق إبراهيم بن مسعود البري رضي الله عنه പറഞ്ഞിട്ടുണ്ട്, فخف أبناء جنسك واخش منهم, അതിന് പാട്ട് فخف أبناء جنسك واخش منهم كما تخشى الراغم والسبندا وخالطهم وزايلهم حذارا فكن كالسامري നല്ല വട്ടം. നീ പേടിക്കുക. നീ പേടിക്കുക. ആരെ? അബ്നാ ജിൻസിക, നിന്റെ ജിൻസിൽപ്പെട്ട മക്കളെ എന്നുവെച്ചാലോ മനുഷ്യന്മാരാ. വഖ്ശമിൻഹും, അത് തന്നെ ഉറപ്പറ്റി ആഫാത്തും ഷർറും നീ പേടിക്കണം. ഏതുപോലെ കമാ തഖ്ശൽ റാഗിമ, പിടിമൃഗങ്ങളുണ്ട് നരി, അതിനെ സിബന്ത എന്ന് പറഞ്ഞ അസദ്. അപ്പൊ സിംഹത്തിനെയും അസദിനെയും പേടിക്കേണ്ടതുപോലെ അതേമാതിരി എന്താക്കണം? ജനങ്ങളെയും പേടിക്കണം. ഉറവക്കം എന്താക്കും? മാനവീയ ശത്രു വരും. പാമ്പിനെ കണ്ടാ പേടിക്കാൻ ഹിസ്സിയായ എന്തോ വിഷം കയറുന്നുണ്ട് എന്നതുപോലെ തന്നെ ചില മനുഷ്യന്മാരെ കൂട്ടും പേടിക്കുന്നുണ്ട്. ഗീബത്തുണ്ടാവും, നമീമത്തുണ്ടാവും. നമ്മളെ ഒറ്റയെടുത്തിട്ട് ശത്രുക്കൾ കൊണ്ടു കൊടുക്കും. എന്നിട്ടോ ചില വിഷയങ്ങളിൽ അവരോട് കൂട്ടുകൂടണം അല്ലേ? ഒറ്റക്കൊരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? പക്ഷെ തടി കൊണ്ട് മാത്രം. എന്നിട്ടോ വസായിലും അവരുമായി അകലിയും വേണം. അവരുണ്ടാകുന്നുണ്ടല്ലോ ചെയ്ത പ്രവർത്തനം, സംസാരം, അത് ഇതെല്ലാം ഒന്നിനും കൂടണം. അപ്പൊ സംഘടനയിൽ കൂടുമ്പോ എന്താകണം? ഖാലിദുഹും വസായിലും. ഓരോ ചീത്തയായ പ്രവർത്തനങ്ങൾക്ക് എന്താക്കാൻ കൂട്ടെത്താൻ പറ്റൂല. രണ്ട് കാര്യം പറഞ്ഞത്. ഖാലിദിന്റെ മാനയല്ല സായിലും കൂടണം, കൂടണ്ട. അങ്ങനെ ഹിദാറ, അതെന്താണ്? അവരുടെ ഷർട്ടിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നു. എന്തെങ്കിലും സംഭവിക്കും എന്ന് പേടിച്ചിട്ട് ഹിദാർ. സാമിരിനറിയില്ലേ? ആരാന്ന്? മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള ഒരു മുനാഫിഖ്. ഖുർആനിലുള്ള സൂറത്ത് താഹയിലില്ലേ സാമിരി? സാമിരി എന്താക്കിയെന്നറിയോ? പൊന്ന് ഉരുക്കിയിട്ട് പശുക്കുട്ടിനുണ്ടാക്കി. എന്നിട്ട് അത് ആരാധ്യ വസ്തുവായിട്ട് ബനൂ ഇസ്രായേലിനെ കാണിച്ചു. മൂസാ നബി ദേഷ്യം പിടിച്ച് അതെല്ലാം തച്ചോടച്ച് സാമിനെ ചോദ്യം ചെയ്തു. എനിക്കങ്ങനെ തോന്നിയത് ഒക്കെ തമ്പലത്തിൽ ഈ നഫ്സി. അപ്പൊ മൂസാ നബി പറഞ്ഞാണ് ഫൈനലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, ലാ മിസാസ എന്ന് നടന്നു. അപ്പൊ സാമിന് ആരംഗം തൊടല്ലേ ലാ മിസാസ്. അതാണ് കുറച്ചു കാലത്ത് ഇന്ത്യയിലേക്ക് കയറി വന്നത്. തൊട്ടുകൂടായി തൊട്ട അശുദ്ധിയായി പോയി അല്ല രോഗം വരും എന്നുള്ള വിശ്വാസം. മൂസാ നബിയുടെ ലഅനത്ത് കിട്ടിയിട്ട് സാമരിക്ക് സംഭവിച്ചതാണ്. ഇതേമാതിരി ജനങ്ങളോട് കളിച്ചോന്നാ പറയുന്നത്. ഞാൻ അന്നെ തൊടല്ല, നിങ്ങളെ ശരീരം എനിക്ക് വേണ്ട. സാമരി പറഞ്ഞ പോലെ പറഞ്ഞോന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് നല്ലോണം നീട്ടി പറയുന്നുണ്ട്. ഇനി കൊണ്ട് കിട്ടുന്ന നേട്ടം ഇനിയുണ്ട്. അവന്റെ മനസ്സിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും ചെയ്യുന്ന കാര്യത്തിലൊക്കെ. 10 കാര്യത്തിൽ മനസ്സ് ചിന്തിച്ചറിയില്ലേ? അള്ളാഹുവിന്റെ നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ അവന്റെ അസ്മ് ശക്തിപ്പെടും. കൂടിപ്പരിഞ്ഞാൽ അത് കിട്ടൂല, അതിന് മാറ്റം. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞില്ലേ, അമ്മിനെന്താക്കും? ചിന്നിച്ചിതറും. അസ്മിനെ ബലഹീനമാക്കും. നേരത്തെ യുക്കബിന്റെ നേരെ
ഫഖദ് ഖീല ഇന്നൽ അബ്ദ ലയഖുദു ഫീ ഖൽവതിഹി. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഉദാഹരണം, അബ്ദ് ഖൽവത്തിൽ നിന്നിട്ട് ഇന്നതാക്കണം അങ്ങനെയാക്കണം ഗൾഫിലും പോയി ഒറ്റ നാട്ടിൽ പോയി ഇന്നതൊക്കെ ചെയ്യണം എന്നെല്ലാം കുറേ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ഖൽവത്തിലുണ്ടായില്ല. അലാ ഖിസാലിൻ മിനൽ ഖൈരി യഅമലുഹു, അത് ചെയ്യാൻ. എന്നിട്ടോ ഫൈദാ ഖറജ ഇലന്നാസി, ജനങ്ങളുമായിട്ട് ഇടപെട്ടാൽ ഹല്ലലു അലൈഹി ദാലിക, അതെല്ലാം കെട്ടയിച്ചിട്ട് നുഖദത്തൻ എല്ലാം കെട്ടും ഒരു പരിപാടി നടക്കില്ല. ഹത്താ ജർജ ഇലാ ബൈതി, വരക്ക് തിരിച്ചെത്തുമ്പോ നേരത്തെ തീരുമാനിച്ച തീരുമാനങ്ങളൊന്നും കൂടി ഇല്ല, എല്ലാം കെട്ടയിച്ചു. എല്ലാ അക്കുതായി സ്വയം ഓട്ടോമാറ്റിക്കായിട്ട് ഘട്ടം കെട്ടയിച്ചിട്ടുണ്ട്. തൊട്ട് വന്ന് മരിച്ചാളൊക്കെ കൂടണ്ട. ഏത് മരിപ്പ്? കൽബ് മരിച്ചാളാ. നിങ്ങളെ കൽബും മരിച്ചു പോകും. അപ്പം ചോദിച്ചു, നീലവമനിൽ മൗത്ത, നിങ്ങൾ പറഞ്ഞ മൗത്ത എന്ന് പറഞ്ഞ മരിച്ചാളാരാണ്? ദുന്യാവിനെ അതിലേക്ക് സ്നേഹിക്കുന്ന കൂട്ടക്കാരെ. അതിൽ വല്ലാത്ത ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആളുകളാണ് കൽബ് മരിച്ച കൂട്ടർ എന്ന് പറഞ്ഞത്. وفي الخبر المروي عن رسول الله صلى الله عليه وسلم حديث أنه قال أخوف ما أخاف على أمتي ضعف اليقين. എന്റെ ഉമ്മത്തിന് ഞാൻ പേടിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം പേടിക്കുന്ന കാര്യത യഖീൻ ദഈഫായി പോകുക. യഖീനിന്റെ കുഴപ്പമാണ് ഞാൻ പേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കും? ഗഫലത്തിന്റെ ഹലകാർ എപ്പോഴും കണ്ടോണ്ടെന്നാൽ കൽബിന്റെ കസാബത്തുടയവരും ഒരു പണിയില്ലാണ്ട് സമയം കൊല്ലുന്ന കൂട്ടറുണ്ടല്ലോ, അവരുടെ കൂടെ മുഖാലത്ത് ചെയ്താലും യഖീൻ അങ്ങോട്ട് പോകും. ഇത് വല്ലാത്ത പേടിയാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. قال أبو طالب المكي رضي الله عنه പറയുന്നു, വഅള്ളർഹും അബ്തുലിയ ബിഹിൽ അബ്ദു, അബ്ദ് പരീക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം വഅദ്ഖലഹു വഅഅമലഹു ഫീ ഹലാകിഹി, ഇവനെ ഹലാക്കാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ഏറ്റവും പങ്കുവഹിക്കുന്നതുമായ കാര്യത അതാ വഇഖാനും യഖീൻ അതാ ഗഫലത്തിന്റെ ഹലകാര കൂടെ കാണുകയും ആ വഖാലത്തിന്റെ കൂടെ കൂട്ടുകൂടിയാലുണ്ടാകും. എന്താ ഗൈബിൽ നിന്ന് വാഗ്ദാനം ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഇന്നത് ചെയ്താൽ ഇന്നത് ഫലം, ഇന്നത് ചെയ്താൽ ഇന്ന ഫലം. അത് യഖീനുണ്ടെങ്കിലല്ല ചെയ്യല്. ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അത് ഗൈബിന്റെ വാഗ്ദാനല്ലേ, അതുണ്ടാവില്ല. അത് യഖീനില്ല. وببعد عليه بالشهادة وقوة اليقين أصل كل ذا وتبعد عليه بالشهادة لما بعد. അതുപോലെ തന്നെ മിനൽ ഗൈബി, ഷഹാദത്ത് കണ്ട് അനുഭവിക്കുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടാവും, അതിലൊന്നും കൽബി തട്ടൂല. ഇനി വഖുവ്വത്തുൽ യഖീൻ, ദുഅഫുൽ യഖീനിന്റെ നേരെ വെച്ച് വഖുവ്വത്തുൽ യഖീൻ അസ്ലു കുല്ലി അമലിൻ സാലിഹിൻ, എല്ലാ സാലിഹായ അമലിന്റെയും അടിത്തറ, അതിന്റെ വിത്തെന്താണ്? യഖീനാണ്. അതാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. വഖാല ബഅദു ഹാദിഹി ത്വായിഫത്തി, സോഫിയാക്കളായ നേതാക്കന്മാർ പറഞ്ഞു, ഖുൽതു ലി ബഅദിൽ അബ്ദാലി, അബ്ദാലികളോട് ഞാൻ ചോദിച്ചേ. ഏത് അബ്ദാലികൾ? അൽ മുൻഖത്തിഈന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തന്നെ മുറിഞ്ഞു വീണ ആളുകൾ. കൈഫ തരീഖു ഇല തഹഖീഖ് വൽ വുസൂൽ ഇലൽ ഹഖീന ചോദിച്ചത്. തഹഖീഖിലേക്കും ഹഖിലേക്ക് ചേരാനുമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ അബൂദാല് പറഞ്ഞെന്താ? ലാ തൻദുർ ഇലൽ മഖ്ലൂഖാത്ത്, മഖ്ലൂഖാത്തിലേക്ക് നോക്കാൻ പാടില്ല, അതങ്ങ് വിട്ടേ. ഒന്ന്, കാരണം ഫൈനൻ നളറ ഇലൈഹിം ദുൽമത്തുൻ, അവർക്കുള്ള നോക്കിയാൽ ഇരുട്ട് വരൂ, ഇരുട്ട്. അപ്പൊ മൂപ്പർ ചോദിച്ചേ, ഖുൽതു ലാ ബുദ്ദ ലീ മിൻ, പക്ഷെ നോക്കാൻ എനിക്ക് പറ്റൂല.
അല്ലേ? ഖാല അപ്പൊ അബൂതാലിബ് പറഞ്ഞെന്താ, ഫലാ തസ്മഅ കലാമഹു, ഓരോ കലാമ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫഇന്ന കലാമഹും, അവരുടെ കലാമ് ഖസ്വത്തുൻ, ഖൽബിന്റെ ഖസ്വത്തുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു കൊടുത്തു ലാബുദ്ദലീമിന്നും, അതും എനിക്ക് കൂടാണ്ട് കഴിയൂല. കാല ഇനി മൂന്നാമത് പറഞ്ഞ ഫലാ തുആമിൽഹും, അവരോട് ഒന്നും ഇടപാട് നടത്തണ്ട. ഫഇന്ന മുആമലതഹും ഖുസ്റാൻ, അവരോട് ഇടപാട് നടത്തിയാൽ നിനക്ക് നഷ്ടക്കച്ചവടമായിരിക്കും എന്ന് പറഞ്ഞു ദീനിന്റെ വിഷയത്തിൽ. വഹശത്തുൻ, അത് വഹശത്തുമാണ് എന്ന് പറഞ്ഞു. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു അന ബൈന അദ്ഹുരിഹിം, ഞാൻ അവരിടയിലാ ജീവിക്കുന്നത് തങ്ങളെ. ലാ ബുദ്ദലീ മിൻ മുആമലതിഹിം, മുആമലയും എനിക്ക് വയ്ക്കാൻ കഴിയില്ല അല്ലേ? ഖാല ഫലാ തസ്കുൻ ഇലൈഹിം, അവരിലേക്ക് കൽബ് കൊണ്ട് ചായാൻ പാടില്ല. ഫഇന്ന സുകൂന ഇലൈഹിം ഹലകത്തുൻ, അവരിലേക്ക് ചാഞ്ഞാൽ ഹലാക്കായി എന്ന് പറഞ്ഞു. ഖുൽതു, അപ്പൊ പറഞ്ഞു ഹാദിഹി, അനപ്പുറം ഹാദിഹിന്റെ അപ്പുറം അവിടെ ഒരു ഭാഗത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ പറയും ഇവിടെ നിന്നുണ്ടേ അവിടുത്തെ അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ ലാസ്റ്റ് പറഞ്ഞത് അതിട്ടവനടുന്നുണ്ടല്ല, അതൊന്നും ഒഴിവാക്കാൻ കഴിയൂല. അവസാനം അല്ല ഒരു പക്ഷെ ഒഴിവാക്കിയേക്കാം എന്നാ, അതാണ് ഈ ഭാരത്ത് ശരിയാക്കിയിട്ടുണ്ട്. അബൂതാലിബ് പറയുന്നത് മോനെ ദുന്യാവിൽ കളിയിൽ കഴിഞ്ഞുകൂടുന്ന ആളെ നീ നോക്കണം അല്ലേ? അത് കൂടാണ്ട് കഴിയില്ലെന്നില്ലേ? ജാഹിലീങ്ങളെ കലാമ് കേൾക്കുകയും പോണം നീ അല്ലേ? ബത്താലിയങ്ങളോട് ഇടപാടം നടത്തണം. എന്നിട്ടോ ഹാലിക്കീങ്ങളിലേക്ക് നീ ചായയും വേണം. അപ്പൊ ത്വാഅത്തിന്റെ ഹലാവത്ത് കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. നിന്റെ കൽബ് അല്ലാഹ് അല്ലാത്ത ആളിലേക്ക് പോയി. അതുകൊണ്ട് ഹൈഹാത ലാ യകൂന അബദാ, ആ കാര്യം നടക്കുന്ന കാര്യമില്ല. ഇനിയും ഉസ്രത്തിന്റെ ഫായിദ, വബിൽ ഉസ്രത്തി അയ്ദൻ യൻകഫ് ബസറുഹു അനിൻ നദ്രി ഇലാ സീനത്തി ദുനിയാ, ദുനിയാവിന്റെ സീനത്തിലേക്ക് നോക്കലിനെ തൊട്ട് അവന്റെ കണ്ണിനെ തടയാൻ കഴിയും. കണ്ടോ? അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ ആർഭാടങ്ങളിലേക്ക് നോക്കുന്ന തൊട്ട്. അപ്പൊ വയൻസരിഫു ഖാതിറുഹു അനിൽ ഇസ്തിഹ്സാനി ഇലാ മാ ദമ്മഹു അല്ലാഹു തആല മിൻ സഖുരിഫിഹ, ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആക്ഷേപിച്ച കാര്യം നന്നായി തോന്നലിനെ തൊട്ട് നിന്റെ മനസ്സ് ഒഴിവാക്കി കിട്ടും. ദുന്യാവിന്റെ മനസ്സില്ല, ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. അത് ആക്ഷേപിച്ചതിന് നല്ലതായി തോന്നലിനെ തൊട്ട് നിന്റെ കൽബിനെ കാക്കുന്ന പറയും. അപ്പൊ ദുന്യാവിന്റെ ആഡംബരങ്ങളിലേക്ക് എത്തി നോക്കലിനെ തൊട്ട് നഫ്സെന്താകും, പിൻവലിക്കും. ദുന്യാവിന്റെ വിഷയത്തിൽ ദുന്യാവിന്റെ അഹലുകാരോട് മത്സരിക്കലും. അയാള് 2 തട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി ഞാൻ 4 ഉണ്ടാക്കണം, അയാള് 1 ലക്ഷം ഉറുപ്പ്യക്കാക്കി ഞാൻ 10 ലക്ഷത്തിനാക്കണ്ട. മുനാഫസത്ത് എല്ലാത്തിനും എന്താക്കണം? ബുഞ്ഞാനി താമസിക്കാനിടയില്ലെങ്കിൽ ബിൽഡിംഗ് വേണം. അപ്പൊ ദുനിയാവ് ആക്ഷേപിച്ചെന്നത്താ ഖാലല്ലാഹു തആല വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും. സൂറത്ത് ഇതിലുണ്ട്, ത്വാഹയിലുണ്ട്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. ദുനിയാവിലൊരു കൂട്ടർക്ക് കുറെ ആഡംബരങ്ങളും ബിൽഡിങ്ങും പണവും ഇതെല്ലാം കൊടുത്തുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ കണ്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതെന്തിനാ ഓർക്കുന്നില്ല? നഫ്തിനഹും ഫീഹി, ഉറക്കൂട്ട് അതിൽ പെട്ടിട്ട് ഫിത്നയിലാ കഴിഞ്ഞു കൊടുത്തു. ദുനിയാവിൽ മുങ്ങിത്തപ്പുന്ന ആളുകൾ വന്നിട്ട് അവിടെ പറയുന്നത് ഉറക്കം കിട്ടുന്നില്ല, നേരം പളക്കോളം ഉറങ്ങുന്നില്ല, ടെൻഷൻ പോയി. എന്തിന്റെ കുറവിനാന്ന്? ആ പൈസ ഉണ്ട്, കാറ് മുറ്റത്ത് വെക്കാനും സ്ഥലമില്ല, ചാടുടി കൊണ്ടേക്കും.
മാപ്പിളക്ക് ഒരു കാറുണ്ട്, വീടിന് കാറുണ്ട്, മക്കളെ ആണിന്റെ കാറുണ്ട്, പെണ്ണിന് കാറുണ്ട്, പുയ്യാപ്പിളക്ക് കാറുണ്ട്. കാറുകൊണ്ട് ആണ് നിറഞ്ഞിരിക്കുന്നു. ഇതിന്റെ കുറവാന്ന് തിന്നാനില്ല. എന്തെല്ലാം തിന്നല് എല്ലാം ഉണ്ട്. എന്തോ അതിന്റെ കുറവുണ്ട്. അതാ അല്ലാഹു പറഞ്ഞ അതില് നമ്മൾ ഓരോ ഫിത്നാക്കിയിട്ടുണ്ട്. അതിലേക്ക് തങ്കം നോക്കണ്ട. അങ്ങക്ക് അല്ലാഹു തആല തരുന്ന റിസ്ക് അതാ ഉള്ളതുണ്ടെന്ന് മതിയാക്കി. അപ്പം ഇതൊന്നും നിസ്സാരമാണെന്ന് കരുതാൻ പാടില്ല. എന്താണ്? കൽബിൽ ബാധിക്കുന്ന വമ്പിച്ച രോഗങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞില്ല, മൂന്നാമത്തെ ആസ്പത്രി വണ്ടിന്റെ ബോഡി നന്നാക്കാൻ ഗായരാജ ആസ്പത്രി, തടി നന്നാക്കാൻ വേണ്ടി മിൻസുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ആസ്പത്രി തന്നെ ഓരോ ദിവസം വൈദ്യോടും തട്ടുകടയും ആസ്പത്രി ഇപ്പൊ ആട് നിന്നിട്ട് ആട് നന്നാക്കാൻ ചികിത്സ ചെയ്തോ. മൂന്നാമത്തെ ആസ്പത്രി ഉണ്ട്, ഫീ ഖുലൂബിഹിം മറദുൻ ആസ്പത്രി ഉണ്ട്. അതാണ് അംറാദുൻ അളീമത്ത്. അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളെ കണ്ട് വിട്ടിട്ട് എഴുത്താല് ചെയ്താലെന്താക്കും? അതിന് തൊട്ടെല്ലാം രക്ഷപ്പെടാം. അതാണ് കുട്ടി. ബിഇദ്നില്ലാഹി കുട്ടിയെ പിന്നെ കൈ പൊള്ളൂല. അടുപ്പത്തുനിന്ന് പൊള്ളുന്ന പാത്രം കഴിക്കാനും തുണി കുട്ടിയാൽ മതി, എന്ന കൈ പൊള്ളൂല. ഏത് കാര്യത്തിനും തോണ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഈസാ നബി തന്നെ അന്നി അഖ്ലുഖുലക്കും, ഞാൻ സൃഷ്ടിക്കും, ഖാലിഖും. വലിയ കാര്യമാണ്. പശുവിന്റെ കോലത്തിന് ആ ഖൽഖ് ചെയ്തു. എന്നിട്ടോ ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ ഇതിനോടുകൂടി. അല്ലെങ്കിൽ പമ്പിച്ച വാക്കല്ലേ ഞാൻ ഖാലിഖാവെന്ന് പറയല്. നടത്തുന്ന ഔലിയാക്കള് അവരെ കൽബിനെ കാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ എന്തിനെ തൊട്ട് കാക്കണം? അനിൽ ഖവാതിൽ റദീഅതി, താണ ചിന്താഗതികളെ തൊട്ടിട്ട് ഖാത്തിനെ തൊട്ട് കാക്കാൻ. ലം യൻദുറു ഇലൽ മുസ്തഹസനാത്ത്, അവർക്ക് കണ്ണിനും ഭംഗിയായി തോന്നുന്ന ഒന്നിലേക്ക് നോക്കൂല. നല്ല വര, നല്ല തോട്ടം, നല്ല പൂഴ, നല്ല കച്ചവടം, എത്രയാണ് കച്ചവടം, എത്ര മങ്ങുന്ന ആള്, ഇതിലൊക്കെ നോക്കൂല. എന്നിട്ട് ഖുശൈരി ഇമാം പറയുന്നു, റിയാദാത്തിന്റെ ആ സാഹചര്യത്തിൽ മുജാഹദാത്തിനുള്ള വലിയൊരു അസ്ലാണ് മുസ്തഹസനാത്തിലേക്ക് നോക്കാൻ പാടില്ല. وقال محمد بن سيرين رضي الله عنه പറഞ്ഞു, ഇയ്യാക വഫളൂല നദരി, നീ സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത നോട്ടത്തിനെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു അദഖു യുഅദ്ദി ഇലാ ഫളൂലി ശഹവതി, ആവശ്യമില്ലാത്ത ശഹവത്തിലേക്ക് വലിച്ചിഴക്കും. നല്ല സൂപ്പർ മാർക്കറ്റാണോ നമുക്കും പണയില്ല, ഖാറൂൻ നൽകപ്പെട്ടവൻ അവനെന്തൊരു ഭാഗ്യവാനാന്ന് പഠിച്ചവനെ. പക്ഷെ ഇതെല്ലാം ആരാന്റെ വിഷയം? ഷെയർ തരാന്ന് കൊണ്ട് വാങ്ങി എന്താക്കും? മുട്ടടിയും തൊടിയും. وقال بعض النطباء من كثرت لحظاته دامت حسراته. പഴഞ്ചൊല്ല, ലഹദാത്തനെ കണ്ണോണ്ടില്ല ഇങ്ങനെ നോക്കാൻ എപ്പം നോക്കിയാലും. എന്നാൽ അവന്റെ ഹസറത്ത് എപ്പോഴും ബാക്കിയുണ്ടാവും. ഹസറത്തിന്റെ ഹസറത്ത് എന്നും നിലനിൽക്കും. വഖാല ഇന്നൽ ഐന സബബുൽ ഹൈൻ എന്ന് പറയും. ഐൻ എന്ന് പറഞ്ഞത് കണ്ണ്, കണ്ണുകൊണ്ടുള്ള നോട്ടം ഉദ്ദേശിക്കുന്നത്. അത് ഹലാക്കിന്റെ കാരണമാണ്. ഹൈൻ എന്ന് പറഞ്ഞാൽ ഹലാക്ക്. അവന്റെ കണ്ണിനെ എന്താക്കി വിട്ടയച്ചാൽ മരണത്തിനെ കൊയ്തുകൊണ്ടുവന്നു.
കണ്ണിനെ വിട്ടയച്ച് നാം മരണത്തിന് കണ്ടുകൊണ്ടുള്ള നോട്ടം എന്നുള്ളത് കൽബി ചിന്ന ഭിന്നമായി കൽബിനെന്തില്ല ഏകാഗ്രത ഉണ്ടാവില്ല. അതിനൊരു പാട്ട് പാടി رأيت الذي لا كله أنت قادر عليه ولا عن بعده أنت صابر وإنك തീർച്ചയായും ഊരി വിട്ടയച്ച് നിന്റെ കണ്ണിനെ റായിദ് എന്ന് പറഞ്ഞ നേരത്തെ റാദ ഇർത്താദ ഇതെല്ലോ കണ്ടതെല്ലാം കൊയ്തിട്ട് കൽബിലേക്ക് ഏറ്റവും പണിക്കുണ്ടാക്കി എല്ലാം അതും നോക്കി ഇതും നോക്കി ഇതും നോക്കി അതും നോക്കി എല്ലാം കൽബിലേക്ക് ഇത് കൽബിക്കാം. കാണപ്പെട്ട സാധനമെല്ലാം എനിക്ക് ക്ഷീണമുണ്ടാക്കി. ഇതെന്തെല്ലാം ഫീൽ ചെയ്ത് വെക്കണ്ട ഇവിടെ. ഇതുകൊണ്ടാ നസർ ബർഖദം എന്ന് പറഞ്ഞു. നസർ ബർഖദം കാലുമലേക്ക് നോക്കിക്കോ. കാല് വെക്കുന്ന നോക്കാൻ ഞാൻ കൊണ്ട് ലോകം ഈ ലോകം ഉള്ളിലോ കള്ളിലൊന്നും തിരിയില്ലല്ലോ. ഇനി നീ കണ്ടതെന്താന്ന് അല്ലതീ ലാ കുല്ലു അന്ത ഖാദിറുൻ അത് മുഴുവൻ എനിക്ക് കരസ്ഥമാക്കാൻ കഴിയൂല. ഒരു കാര്യം പറയും, അത് മുഴുവനും എനിക്ക് കിട്ടിയെന്ന് വരൂല. കിട്ടാത്ത കാര്യത്തിൽ എനിക്ക് ക്ഷമയുണ്ടാവൂല. വലാ അൻ ബഅദിഹി അന്ത സാബിറുൻ വലാ അന്ത സാബിറുൻ അൻ ബഅദിഹി. അപ്പോ ഈ കണ്ണിന്റെ കാക്കലുകൊണ്ട് ജനങ്ങളെ തൊട്ട് ഓരൽ ആഗ്രഹിക്കുന്ന തൊട്ട് കൽബ് മാറി ജനങ്ങളെ കൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിരാശ. കൊണ്ടുള്ള കുറെ ഫായിദ എണ്ണിയതിൽ ഏറ്റവും വലിയ ഫായിദ ഇതാകുന്നു. ഒന്നുണ്ട് ജനങ്ങളിലുള്ള വിട്ട് അവരെ തൊട്ട് നിരാശ. ഓർക്ക് നമുക്കെന്നില്ല നഫ്ഉല്ല ദുർറുല്ല. ഇൻദൽ ലുഖലാഇൽ അഖിയാസ് പറഞ്ഞെന്താണ്? മാ നഫഅൽ ഖൽബ ശൈഉൻ മിസ്ൽ ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്റതിന. ഉസ്ലത്തെ പറഞ്ഞുള്ളൂ. അതിന്റെ രണ്ടാം ശക്തി പറയണം. ഇത് യദ്ഖുലു ബിഹാ മൈദാന ഫിക്റതിൻ അതാണ് മൂപ്പർ തുടങ്ങുന്നത്. വലാ യതിമു ലഹു മൻഫഅത്തുൽ ഉസ്ലത്തി എന്ന് ഇങ്ങനെ ഓർക്കണം, നെയ്തിട്ടുണ്ടാക്കണം. ഒന്ന് പറഞ്ഞു ത്തിന്റെ മൻഫഅത്ത് പൂർത്തിയാക്കിയിട്ട് കുറെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാ എന്ന് പറഞ്ഞു. തീരെ കിട്ടൂല എന്നല്ല പറഞ്ഞു. കുറെ നേട്ടം വേണ്ടി അതെല്ലാം കിട്ടി. പക്ഷെ പൂർത്തി പണമെങ്കിൽ ഫിക്റത്ത് കൊണ്ട് സോലാപാണ്ട് പറ്റൂല. അതാണ് ഇവിടെ ലക്ഷ്യം. നേരത്തെ പറഞ്ഞല്ലോ ഉസ്ലത്ത് വസീല മാത്രമാണ് മഖ്സൂദ്. അപ്പൊ ഫിക്റത്തിന്റെ മുഖദ്ദിമായി വന്നതാണ് മുഈനത്തുൻ അലൈഹാ. എന്തോ നീ കോടാത്ത മനുണ്ട്. അതെങ്ങനെയാണത്? നിന്ന് ആവശ്യമുള്ളതെല്ലാം ആദ്യം പഠിച്ചു വെക്കണം. അതല്ലാണ്ട് കൽവത്തിൽ കൂടിയിട്ട് ജാഹിലാറ്റി കൂടിയാണ് ഇൽമൊന്നും വരൂല. ആദ്യം പഠിച്ചു വെക്കണം. കുറച്ച് കിതാബല്ലോ അതിനൊരുപാട് നോതണ്ട. എത്തിയാനുള്ള ഇനി മുത്തഫരിദോ നൂറുൽ എന്റെയോ ഏറി പറഞ്ഞ പുറത്തു മറ്റെല്ലാം മോശവും അർത്ഥത്തിനല്ല. ബാഹിറായ കാര്യം. പിന്നെ ബാത്തിനായ ആദാബിനെ പരിഗണിക്കലോട് നിൽക്കുകയും വേണം. ആദാബുകൾ അത് ആദ്യം മുന്തിച്ചു വെച്ചെങ്കിലല്ലാണ്ട് ഫിക്ർ നടക്കൂല. ചുരുക്കത്തിൽ അത്യാവശ്യമായ വേണ്ടപ്പെട്ട ഇൽമ പഠിച്ചു പോകണം. ആദാബിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്
അശ്ശൈഖ് സയ്യിദുനാ അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ജുംലത്തൻ ഷാഫിയ, നല്ല വിശപ്പ് മാറ്റാനുള്ള ഖദർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഈ കിതാബിൽ ഉസ്ലത്തി മിനൽ ഇഹ്യാ, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ കിതാബുൽ ഉസ്ലത്തിൽ ഞങ്ങൾക്ക് വിശപ്പ് മാത്രം ഷാഫിയാകുന്ന ഖദർ ആദാബുൽ ബാത്തിന പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് പറയൂല. കിതാബ് നോക്കിയോ, അത് ലൈഫല്ലേ മുസ്ലിം മറവായ കംപ്ലീറ്റ് കഴിയുന്നല്ലോ, അതൊന്നും അറിയില്ല. അതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടാക്കാം കിതാബുൽ ഉസ്ൽ ഒന്ന് പഠിക്കാം. وقد جاء في الخبر تفكر ساعة خير من عبادة 70 سنة. 70 കൊല്ലത്തെ ഇബാദത്തിനേക്കാണ് ഖൈറാണ് ഒരു മണിക്കൂർത്തെ തഫക്കുർ എന്നല്ലേ. അത് അത്രത്തോളം പറയാനുണ്ടാ. മൂപ്പർ പറയുന്ന വഖദാഹു, അത് അങ്ങനെ തന്നെയാണ്, ശരിയാണെന്ന് മൂപ്പർ പറയും. അത് ഹദീസല്ല, വല്ലാഹു അഅലം. അത് 100% ശരിയാണെന്ന് മുസന്നിഫ് ഒപ്പു ചേർത്ത്. وكان عيسى بن مريم عليهما وعلى نبينا أفضل الصلاة والسلام يقول عيسى عليه السلام പറയുന്നു طوبى لمن كان قوله ذكرى وصوته فكرى ونظره عبرا. طوبى എല്ലാ മംഗളവും ലിമൻ ഒരാൾക്കാണ് യഖൂലു ഖൗലുഹു ദിക്റ, അവന്റെ ഖൗല് മുഴുവനും ദിക്റായി മാറി. 2 വസംതുഹു, അവൻ ദിക്റില്ല മൗനമായ ദിക്റ്. 2 വനദറുഹു, നോട്ടമോ ഇബ്റ, പാഠം ഉൾക്കൊള്ളുന്നു, കണ്ടതിൽ നിന്ന് പാഠം ഉൾക്കുന്ന നോട്ടം, ഇബ്രത്തിന്റെ നോട്ടം. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇത് തൂബ. ഇന്ന അഖിയസന്നാസി മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും വലിയ ബുദ്ധിമാനാരാണെന്നറിയോ? നഫ്സിനെ ഒരു ദീനിന് വേണ്ടി കീഴ്പ്പെടുത്തി, ദീനിന്റെ നിയമങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി, ഒരു പ്രത്യേക നിയമത്തിന് വിധേയനായി ജീവിച്ചു. എന്നിട്ടോ ചെയ്യുന്ന അമലക്ക് മാ ബഅദൽ മൗത്ത്, മൗത്തിന്റെ ശേഷമുള്ളതിലേക്ക് നീക്കിവെച്ചു. وقال كعب من أراد شرف الآخرة, ആഖിറത്തിന്റെ ശറഫ് ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തഫക്കുറിനെ വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ. മുമ്പ് പറഞ്ഞതാണ് വക്കീലി ഉമ്മി ദർദാഇ മാ കാന അഫ്ളു അമലി അബി ദർദാ, നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മൂപ്പർ ബീവി പറഞ്ഞ കാലത്ത് തഫക്കുറു, തഫക്കുറാണെന്ന ഭാര്യ മറുപടി പറഞ്ഞു. ഏതൊരു കാര്യത്തിന്റെയും ഹഖീഖത്ത് എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, കണ്ടതുപോലെയാണോ കേട്ടതുപോലെയാണോ എന്ന് മനസ്സിലാക്കുക. ബാത്തിലിനെയും വിട്ടിട്ട് ഹഖ് വെളിപ്പെടുത്തി തരും. ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നഫ്ഉള്ളത് ഏതാണെന്ന് വെളിപ്പെടുത്തി തരും. ഇതെല്ലാം ഫിക്റത്തിന്റെ നേട്ടങ്ങളായി പറഞ്ഞു വരുന്നു. ഇനി അതൊക്കെ മുമ്പ് പറഞ്ഞ ഇതിന്റെ മുഖ്തസറാണല്ലോ ആദ്യം ഓതിയത്. നഫ്സിന്റെ ആഫാത്ത് എന്തൊക്കെയുണ്ട് എന്ന് മറഞ്ഞു കിടക്കുന്നുണ്ട്, അത് തിരിയും. മക്കായിദിൽ അദുബ്, ശത്രുവിന്റെ ചതി, ആ നഫ്സിന്റെ ചതിയെ തൊട്ടും അതുവിന്റെ ചതിയെ തൊട്ടും ഉറൂറിനെ തൊട്ടെല്ലാം കാവല് ശ്രദ്ധിക്കാനും അതിൽ രക്ഷ പ്രാപിക്കാനും ആവശ്യമായ തന്ത്രങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അത് നേരത്തെ മറ്റേ ചെറിയ മത്തിൽ قال الحسن البصري رضي الله عنه പറയുന്നു അൽ ഫിക്റത്തു മിർആത്തുൻ, ഫിക്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയാണ്. കണ്ണാടിക്ക് എന്താണ്? ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കുറ്റവും കുറവും, നമ്മളെ മുടിയും കണ്ണും മൂക്കും പായലും എന്നതുപോലെ നിന്റെ മോശത്തിൽ നിന്ന് ഹുസൻ ഏത് എന്താക്കും കണ്ണാടി കാണിച്ചില്ലേ എന്നതുപോലെ അള്ളാഹുവിന്റെ അളമത്തിന്റെ മേൽ ഇത്ലായി ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ അഹ്വാല് വന്നിട്ടുണ്ട്. ഖൗഫ് ഉണ്ടാക്കാന്, റജ ഉണ്ടാക്കാന്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് അറിയാൻ കുറെ പട്ടിക. അതാ
വജലാലിഹി ഇദാ തഫക്കറ ഫീ ആയാതിഹി അല്ലാഹുവിന്റെ ആയാത്ത്. അപ്പൊ ഖുർആന്റെ ആയത്ത് മാത്രമല്ല, ഖുർആന്റെ ആയത്ത് കായിനാത്തിനെ ഒപ്പിച്ചിട്ടുണ്ടാവും. തേനീച്ച കൂട് നോക്കുക എന്നിട്ടോ വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه لا إله إلا الله. ചെറിയൊരു പാരഗ്രാഫ് ബാക്കിയുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെ തീരുവോ? അപ്പം തഫക്കർ കൊണ്ട് കിട്ടുന്ന കാര്യം പറഞ്ഞു അള്ളാഹുവിന്റെ അളമത്ത്. ഇനിയോ അള്ളാഹു ചെയ്ത രഹസ്യവും പരസ്യവുമായ അനുഗ്രഹങ്ങളെ അറിയാനും കഴിയും. അല്ല നമ്മൾ ആ പറഞ്ഞില്ലേ അതുണ്ടായിരുന്നാകും നല്ല മേത്തരം അഹ്വാലുകൾ കിട്ടും. യസൂലു ബിഹാ മർദു ഖൽബിഹി, കൽബിന്റെ രോഗം മാറിക്കിട്ടും. റബ്ബിന്റെ താഴത്തിൽ ഉറച്ചിരിക്കും. ഇനി പറയാൻ പോകുന്നത് ഉജ്ലത്തുണ്ടായ ഹൽവത്ത് വജൂദ്. അപ്പൊ ഹൽവത്തുണ്ടായ 4 റുക്നിൽപ്പെട്ട ബാക്കി 3 നോക്കുന്നു. അതാ പറയുന്നത് ഖുൽതു വൽ ഉജ്ലത്തുല്ലതി ദക്കറഹൽ മുഅല്ലിഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉജ്ലത്തെ ഫിക്റത്തോട് കൂടിയുള്ളത് തതദമ്മനു വജൂദൽ ഖൽവ, ഖൽവത്തിനുണ്ടാക്കി തീർക്കും. അതായത് വഹുവ അഹദുൽ അർകാനിൽ അർബഅത്തില്ലതി ഹിയ അസാസുൽ മുരീദീൻ, മുരീദീങ്ങൾക്ക് ഉണ്ടാവേണ്ട 4 കൺപതില്ലേ അതാ വയൽസമു അൻഹാ. അപ്പൊ അതിനെ തൊട്ടുണ്ടായി മിന സലാസത്തിൽ ബാക്കിയ, ഇനി 3 ബാക്കിയുണ്ട്. എന്നെല്ലാം അസ്വംതു, സ്വംത്ത്. അപ്പൊ ഇവിടെ സംസാരിക്കാൻ ആളില്ലല്ലോ, അപ്പൊ മൊബൈൽ ഒഴിവാക്കണം. അതാണ് ഏറ്റവും വലിയ കൂട്ടുകാര്. ഇത് ഈ മായി അടക്കണമെങ്കിൽ എല്ലാവർക്കും ഇല്ല, ജനക്കൂട്ടത്തിൽ കൂടിയാ അടങ്ങൂല. ഇനി 2 റുക്കിന് റുക്കിനൈനിൽ ബാക്കിയേനി. ഇതാണ് സഹർ. ഏതാണ്? ഉറക്കിന്റെ ഇഫ്രാത്തിൽ നിന്നും ഉറക്കൊഴിഞ്ഞ് മലക്കുപോലാകുന്ന തഫ്രീത്തിൽ നിന്നുള്ള നടുത്തരം. അതിന് ഗസാലിമാ തന്നെ 6 മണിക്കൂർ ഉറങ്ങണം. കാരണം 24 മണിക്കൂറിൽ ദിവസത്തെ എന്താന്ന് 24 മണിക്കൂർ ഉറക്കായ ഏറി, തീരെ ഉറങ്ങാണ്ടെന്നാ ഇല്ലാണ്ട്. അപ്പൊ 3 ഓഹരി വെക്കുക, അപ്പൊ 8 മണിക്കൂർ. അപ്പൊ 6 മണിക്കൂർ ഉറക്കും, 2 മണിക്കൂർ റെസ്റ്റ്. അതെ. അപ്പൊ എന്തായി? എല്ലാ മരുന്നും കിട്ടിക്കഴിഞ്ഞു. قال سهل بن عبد الله التستري رضي الله عنه പറഞ്ഞു اجتمع الخير كله في هذه الاربع خصال. ഈ പറയപ്പെട്ട 4 എണ്ണത്തിൽ എല്ലാ ഖൈറും ഒതുങ്ങി. وبه صار الابدال وابدال അതല്ല خماس البطون والصمت والخلوة والسهر. من يروم منازل الابدال من غير قصد منه للأعمال. ഒരു പണിയും എടുക്കാതെ കണ്ട് അബുദാലിങ്ങനെ മർമ്മൊക്കെ കിട്ടണമെന്ന് കൊതിക്കുന്നവനെ കിട്ടാത്ത കാര്യം കൊതിച്ചിരിക്കുന്നു. നിന്നതിന് കൊള്ളുകയുമില്ല. ഇല്ലം തുസാഹിമുഹും അലൽ അഹ്വാലി, അവർ അഹ്വാലില് നീയും പങ്കെടുക്കാത്ത കാലത്തോളം കിട്ടൂല. ബൈത്തുൽ വിലായത്തി ഖസ്സമത് അർകാനഹു, വിലായത്തിന് 4 മൂലയുണ്ട്. അതെന്താണ്? സാദാത്തുനാ ഫീഹി മിനൽ അബ്ദാലി, അബ്ദാലികളാ സാദാത്തികൾ 4 മൂല. മബൈന സുൽത്തിൻ വഅ്തിസാലി ദായിമി വൽ ജൂഇ വസ്സഹ്രിൻ നസീഹിൽ ആലീൻ. അപ്പൊ കഞ്ഞിമൂലാണ് എഴുതിയിട്ട് കാണില്ല, ചോറ് മൂലയില്ല, മന്തി മൂലയാണ്. നസീഹ് പരിശുദ്ധമായത് അതൊരു ബൈത്തിന് വേണ്ടി കൂട്ടിയ കൈതാ. ഇനി മത്തൽ ജുലൂസ്
ربنا تقبل منا إنك أنت السميع العليم. اللهم انفعنا بهذا الكتاب وبجاه المصنف هذا الكتاب وسائر الأولياء المقربين. اللهم اجعلنا من محبيهم أجمعين. صلى الله على سيدنا محمد.